ശ്രീധരൻ സ്വീകരണ മുറിയിലേക്ക് കയറിയതേയുള്ളൂ. ഒരു ഉൽക്ക വീണ് ചിതറിയതുപോലെ മാധവൻ തമ്പി ഗർജിച്ചു. ശത്രുക്കളോട് ക്ഷമിക്കാനും അവൾക്ക് ജീവൻ തിരിച്ചു കൊടുക്കാനും ആരാടാ നിന്നെ പഠിപ്പിച്ചത്? ശ്രീധരൻ പിസ്റ്റളിലേക്ക് നോക്കി ചലനമറ്റു നിന്നു. പിന്നെയും കേട്ടു ഇടിമുഴക്കം. എനിക്കറിയണം ശ്രീധര, എന്തിനാ അവളെ കൊല്ലാതെ നീ തിരിച്ചു പോന്നത്? ശ്രീധരൻ മിണ്ടിയില്ല. തമ്പി നെഞ്ചിനു നേരെ പിസ്റ്റൾ നീട്ടിപ്പിടിച്ചു. പറയേ, പറയട നായേ, നീ ജയിലിൽ നിന്ന് തിരിച്ചു വന്നത് എന്നെ തോൽപ്പിക്കാനാണോ? മരണം മുന്നിൽ കണ്ടുകൊണ്ട് ശ്രീധരൻ പറഞ്ഞു. എനിക്ക് എനിക്ക് ഇനി ആരെയും കൊല്ലാൻ വയ്യ. തമ്പിയുടെ കണ്ണുകൾക്ക് തീ പിടിച്ചു. ആരെയും കൊല്ലാതെ നിനക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. ജന്മനാ ഗുണ്ടയായ ഒരാൾക്ക് മരണം വരെ മനുഷ്യനെ പോലെ ജീവിക്കാനും കഴിയില്ല. ശ്രീധരൻ പറഞ്ഞു. പേടിക്കണ്ട, ഒരു രഹസ്യവും ഞാൻ പുറത്തു പറയില്ല. തീരുമാനിച്ചു കഴിഞ്ഞു. ഇനിയുള്ള കാലം മുഴുവനും ഈ ശ്രീധരൻ മനുഷ്യനായിട്ട് തന്നെ ജീവിക്കും. ഒരപേക്ഷയുണ്ട്, ഇനി നമ്മൾ തമ്മിൽ കാണരുത്. തല്ലാനും കൊല്ലാനും എന്നോട് പറയരുത്. ഊർമിളയ്ക്ക് മാത്രമല്ല, അഞ്ജനയ്ക്കും ഞാൻ മാപ്പ് കൊടുത്തു കഴിഞ്ഞു. ഇനി അവരെ മുതലാളിയും ഉപദ്രവിക്കരുത്. ഒറ്റ കുതിപ്പിന് മാധവൻ തമ്പി ശ്രീധരന്റെ അടുത്തെത്തി. ഷർട്ടിൽ കൂട്ടിപ്പിടിച്ചുലച്ചുകൊണ്ട് തമ്പി അട്ടഹസിച്ചു. കള്ള കഴിവരുടെ മോനെ, എന്താ നീ പറഞ്ഞത്? അഞ്ജനയ്ക്കും ഊർമിളയ്ക്കുമൊക്കെ ഞാനും മാപ്പ് കൊടുക്കണമെന്നോ? ഇല്ലടാ, കൊടുക്കില്ല. നീ കൊന്നില്ലെങ്കിൽ ഞാൻ കൊല്ലും അവരെ. വേണ്ടി വന്നാ നിന്റെ മുന്നിലിട്ട് തന്നെ കൊല്ലും. മനുഷ്യനായി മാറിയെന്നല്ലേ നീ പറഞ്ഞത്? എന്നാൽ ഇനി ഇവിടെ നിൽക്കണ്ട. എന്റെ ക്ഷമ പരീക്ഷിക്കാണ്ട് പൊയ്ക്കോ എവിടേക്കെങ്കിലും, അല്ലെങ്കിൽ ചുട്ടു പുകച്ചോന്ന് വരും ഞാൻ. അയാൾ ശ്രീധരനെ പിന്നോട്ട് ആഞ്ഞു തള്ളി. ശ്രീധരൻ ചുവരിൽ ചെന്നിടിച്ചു. തമ്പി ജ്വലിച്ചു. 4-5 വയസ്സുള്ളപ്പോ ഒരു ഭിക്ഷക്കാരുടെ കയ്യിന്ന് 300 രൂപ കൊടുത്ത് വാങ്ങിയതാ നിന്നെ. എന്തിനാന്നറിയാമോ? മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു കൊലയാളിയാക്കി വളർത്തിയെടുക്കാൻ. എന്റെ കാലശേഷം ഞാൻ ഉണ്ടാക്കിയതെല്ലാം നിന്നെ ഏൽപ്പിക്കാൻ. നാടു വിറപ്പിക്കുന്ന ഒരധോലോക രാജകുമാരനാക്കാൻ. തമ്പി കിതച്ചു. പക്ഷേ ആ മോഹത്തിൽ എന്റെ വാസന്തി തുടക്കത്തിലെ മുറിവേൽപ്പിച്ചു. അവൾക്ക് വേണ്ടിയിരുന്നത് ചാവുമ്പോ തല പിടിക്കാനുള്ള ഒരു സൽപുത്രനെ. ശ്രീധരനെ തറച്ചു നോക്കിക്കൊണ്ടയാൾ തുടർന്നു. എന്റെ ചോറ് തിന്നുണ്ടായതാ നിന്റെ ഈ തടി. ഞാൻ ഉണ്ടാക്കി തന്നതാ ഈ ചങ്കുറപ്പ്. ഞാൻ ഇട്ടു തന്ന തീപ്പൊരിയാ നിന്റെ ഈ കണ്ണുകളിൽ ഇപ്പോ കനൽക്കട്ടയായി കത്തണത്. സ്വന്തമായിട്ട് നിനക്കൊന്നുമില്ല, ഒന്നുമില്ല ശ്രീധര. എല്ലാം എല്ലാം എന്റെയാ. മാറിയ നിന്റെ ഈ മനസ്സ് പോലും. ശ്രീധരൻ മെല്ലെ എഴുന്നേറ്റു. അയാളുടെ നെഞ്ചിനുള്ളിൽ അപ്പോൾ തിരകൾ അടങ്ങാത്ത ഒരു കടലുണ്ടായിരുന്നു. കാതുകൾക്കരികെ അവ്യക്തമായ ഒരു താരാട്ടിന്റെ ഈണം കേൾക്കുന്നത് പോലെ, ആ ഈണത്തിന് കണ്ണീരിന്റെ നനവുള്ളതുപോലെ. മാധവൻ തമ്പി ശ്രീധരന്റെ അടുത്ത് വന്ന് തോളിൽ മെല്ലെ തൊട്ടു. പൊള്ളിക്കുന്ന ഒരു സ്പർശം. തമ്പി പറഞ്ഞു. കൊല്ലണമെന്ന് കരുതിയാ ഞാൻ കാത്തിരുന്നത്. എന്നിട്ടും ജീവനോടെ തന്നെ തിരിച്ചു പോവുകയാണ് നീ. പൊയ്ക്കോ, കൺവെട്ടത്ത് നിന്ന് എത്രയും പെട്ടെന്ന് പൊയ്ക്കോ. ഒരക്ഷരം പോലും ശബ്ദിക്കാതെ ശ്രീധരൻ വാതിലിന് നേരെ നടന്നു. പിന്നിൽ നിന്നും തമ്പിയുടെ അമർത്തിയ ശബ്ദം കേട്ടു. ഈ നിമിഷം മുതൽ മാധവൻ തമ്പിക്ക് ഒരു ശത്രു കൂടിയുണ്ട്. നീ കരുതിയിരുന്നോ? പറയുന്നത് തന്നോടല്ലെന്ന മട്ടിൽ ശ്രീധരൻ നടന്നു നീങ്ങി. അയാൾ ഗേറ്റ് കടന്നു മറയുന്നതുവരെ തമ്പിയുടെ കണ്ണുകൾ പിന്നാലെ ഉണ്ടായിരുന്നു. എല്ലാം കേട്ടു നിന്നിരുന്ന സക്കറിയ അപ്പോൾ സ്വീകരണ മുറിയിലേക്ക് വന്നു. മഞ്ഞിന്റെ തണുപ്പുള്ള ശബ്ദത്തിൽ അയാൾ പറഞ്ഞു. ശ്രീധരന് ഒരുപാട് രഹസ്യങ്ങൾ അറിയാം. SP അർജുൻ മണത്തു നടക്കുന്നുണ്ട്. അവൻ ഒരുമ്പിട്ട് ഇറങ്ങിയാൽ നമുക്ക് ആർക്കും രക്ഷപ്പെടാനാവില്ല. മുതലാളി ശ്രീധരനെ കൊല്ലാതെ വിട്ടത് ശരിയായില്ല. തമ്പി പറഞ്ഞു. മറ്റാരേക്കാളും കൂടുതലായി എനിക്കറിയാം ശ്രീധരനെ. വിശ്വസിച്ചോ, ഒരു കാലത്തും അവൻ നമ്മളെ ഉറ്റുകൊടുക്കില്ല. സക്രിയയ്ക്ക് തമ്പി പറഞ്ഞത് വിശ്വസിക്കാനായില്ല. അയാൾ ചോദിച്ചു. എന്നാലും? സക്കറിയെ തടഞ്ഞുകൊണ്ട് തമ്പി പറഞ്ഞു. നീണ്ട 8 വർഷം ഞാൻ അറിഞ്ഞതാ ശ്രീധരൻ കൂടെ ഇല്ലാത്തതിന്റെ കുറവ്. ശ്രീധരന് തുല്യമായി ശ്രീധരൻ മാത്രമേ ഉള്ളൂ. നല്ലവനാവാൻ ഈ സമൂഹം ഒരു കാലത്തും അവനെ അനുവദിക്കില്ല. അവൻ വരും സക്രിയെ, പഴയതിലും കരുത്തനായി. പിന്നെ ഈ പിസ്റ്റൾ അങ്ങോട്ട് കൊടുത്താൽ മതി. താണ്ഡവൻ തുടങ്ങും അവൻ. വിശ്വാസം വന്നില്ലെങ്കിലും സക്കറിയ മറുത്തൊന്നും പറഞ്ഞില്ല. തമ്പിയുടെ ബംഗ്ലാവിൽ നിന്നും ശ്രീധരൻ നേരെ പോയത് അഞ്ജനയുടെ വീട്ടിലേക്കാണ്. ഉമ്മറത്ത് ബീഡി തെറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു സത്യൻ. ശ്രീധരനെ കണ്ടപ്പോൾ ശ്വാസം നിലച്ച മട്ടായി അയാൾക്ക്. വേവലാതിയോടെ പിടഞ്ഞെഴുന്നേറ്റപ്പോൾ മടിയിലിരുന്ന മുറം താഴെ വീണു. ബീഡിയില ചിതറി. ക്രച്ചസ് കയ്യിൽ നിന്നും വഴുതി.
വീഴാനാഞ്ഞ സത്യനെ ശ്രീധരൻ താങ്ങിപ്പിടിച്ചു. ക്രച്ചസ് എടുത്ത് അയാളുടെ കയ്യിൽ കൊടുത്തു. സത്യന് ഉറക്കെ നിലവിളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല. ഒടിഞ്ഞു തൂങ്ങിയ അയാളുടെ വലതുകാലിലേക്ക് നോക്കി പതിഞ്ഞ ശബ്ദത്തിൽ ശ്രീധരൻ പറഞ്ഞു, മാപ്പ്. സത്യന്റെ മനസ്സിലേക്ക് ആ വാക്ക് കൊലവിളിയായിട്ടാണ് കടന്നു ചെന്നത്. ചോര കണ്ടു കൊതിമാറിയിട്ടില്ലാത്ത ഒരു ചെകുത്താൻ എന്തു പറഞ്ഞാലും അതിന് ഒരർത്ഥമേ ഉണ്ടാവൂ: മരണം. ഒരിക്കൽ വന്ന് വീട്ടിലും അഞ്ജനയുടെ മനസ്സിലും തീ കൊളുത്തിയിട്ട് പോയതാണ് ഇയാൾ. ഇപ്പോൾ വന്നിരിക്കുന്നത് അവളുടെ നാവ് അരിഞ്ഞെടുക്കാൻ, തന്നെയും ഇല്ലാതാക്കാൻ. സത്യൻ പേടിയോടെ ചുറ്റും നോക്കി. ഇത്രയും നേരം SI ജോയ് ഇവിടെ ഉണ്ടായിരുന്നതാണ്. എങ്ങോട്ടാണ് അയാൾ പോയിരിക്കുന്നത്? ശ്രീധരന് മനസ്സിലായി. ചോര പുരണ്ട ഭൂതകാലമാണ് തന്റെ ഏറ്റവും വലിയ ശത്രു. താൻ വന്നത് ആരെയും കൊല്ലാനല്ലെന്ന് എങ്ങനെയാണ് ഇവനെ വിശ്വസിപ്പിക്കേണ്ടത്? അപ്പോൾ പടിക്കൽ ഒരു ഓട്ടോ വന്നു നിന്നു. അതിനുള്ളിൽ നിന്ന് അഞ്ജന ഇറങ്ങി. ശ്രീധരന്റെ മനസ്സൊന്ന് പതറി. താഴ്ന്നിറങ്ങി വന്ന ഒരു ഇടിവാൾ പോലെയാണ് അഞ്ജന അയാളെ കണ്ടത്. ഉള്ളിലൊരു തീക്കാറ്റിളകി. ഒട്ടും വൈകിയില്ല. ഭ്രാന്ത് പിടിച്ചതുപോലെ അവൾ അകത്തേക്ക് ഓടിക്കയറി ഉത്തരത്തിൽ നിന്നും കൊടുവാളെടുത്തു. തിരിയുമ്പോൾ തൊട്ടുമുന്നിൽ തന്നെ ശ്രീധരനുണ്ടായിരുന്നു. ഒട്ടും പേടിയില്ലാതെ അയാൾ പറഞ്ഞു, മരിക്കാൻ എനിക്ക് മടിയില്ല അഞ്ജനെ. പക്ഷേ അതോടെ നീ ജയിലിലാവും. സത്യന് ആരുണ്ടാവും പിന്നെ ഒരു തുണയായി? കൊടുവാൾ ഉയർത്തിക്കൊണ്ട് അഞ്ജന പറഞ്ഞു, നിന്നെ കൊന്നിട്ട് ഏട്ടന് ഞാനും മരിക്കുമെടാ. ശാന്തതയോടെ ശ്രീധരൻ പറഞ്ഞു, എന്നാലായിക്കോ. പക്ഷേ എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം. അഞ്ജന പെട്ടെന്ന് അയാളുടെ നേരെ കൊടുവാൾ ആഞ്ഞു വീശി. ഒഴിഞ്ഞു മാറാതെ ശ്രീധരൻ അത് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. വായ്ത്തല അയാളുടെ കൈക്കുള്ളിലായി. പിടിമുറുകിയപ്പോൾ കൈ മുറിഞ്ഞ് ചോരയൊഴുകി. ഈറ്റപ്പുലിയെ പോലെ അഞ്ജന കൊടുവാൾ പിന്നോട്ട് വലിച്ചു. ശ്രീധരന്റെ കൈ ചോരയിൽ കുതിർന്നു. രക്തം തുള്ളികളായി താഴെ വീണു. അപ്പോഴും വേദന അടക്കിക്കൊണ്ട് ശ്രീധരൻ പറഞ്ഞു, ഈ നാട്ടിലുള്ളവരെ മുഴുവൻ ദ്രോഹിച്ച ആളാ ഞാൻ. ഒരുപാട് പെണ്ണുങ്ങളെ കരയിച്ചിട്ടുണ്ട്. നിന്നെ നശിപ്പിച്ചിട്ടുമുണ്ട്. ചെയ്തു കൂട്ടിയതൊക്കെ ഓർമ്മിപ്പിക്കാൻ നിന്റെ ഏട്ടനെ പോലുള്ളവര് ഇപ്പോഴും ബാക്കിയുണ്ട്. ഇനി ഞാൻ വിചാരിച്ചാൽ നിന്റെ ഏട്ടന് കാലു കൊടുക്കാൻ പറ്റില്ല. ചത്തുപോയവര് തിരിച്ചു വരില്ല. നഷ്ടപ്പെട്ട നിന്റെ മാനവും തിരിച്ചു തരാൻ എനിക്ക് കഴിയില്ല. ശ്രീധരൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അഞ്ജനയ്ക്ക് മനസ്സിലായില്ല. എന്നാലും അയാൾക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കണമെന്ന് ആ നിമിഷം അവൾക്ക് തോന്നി. അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടാണ് പിന്നെ ശ്രീധരൻ പറഞ്ഞത്, എന്നാലും ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ ആരെയും വേദനിപ്പിക്കാതെ ഈ നാട്ടിൽ ജീവിക്കും. കേട്ടത് മുഴുവൻ നുണയാണെന്ന് ഒരു നിമിഷം വൈകിയാണ് ഉൾമനസ് അഞ്ജനയോട് പറഞ്ഞത്. പക്ഷേ അതിനിടയിൽ അവളുടെ കൈ വിടർത്തി ശ്രീധരൻ കൊടുവാൾ വാങ്ങിയിരുന്നു. അയാൾ അഴയിൽ നിന്ന് ഒരു തോർത്ത് വലിച്ചെടുത്ത് കയ്യിലെ മുറിവ് കിട്ടി. അഞ്ജന കെണിയിലകപ്പെട്ട മാൻപേടയെ പോലെ പിടഞ്ഞു. അവൾ ചീറി, അഭിനയം അസലായി. അതുകൊണ്ട് തൽക്കാലം ജീവൻ തിരിച്ചു കിട്ടി നിനക്ക്. ഇനിയും നീ വരാമല്ലോ മറ്റൊരു കള്ളക്കഥയും കൊണ്ട്. കാത്തിരുന്നോളാം ഞാൻ. ശ്രീധരൻ മെല്ലെ ചിരിച്ചു. നന്ദിയുണ്ട്. ഇപ്പോഴെന്നെ കൊല്ലില്ലാന്ന് നീ പറഞ്ഞല്ലോ. ഞാനും കാത്തിരുന്നോളാം, ഇനി ഒരിക്കലും കൊല്ലില്ലാന്ന് പറയുന്നത് വരെ. പുറത്തിറങ്ങിയ ശ്രീധരൻ കയ്യിലിരുന്ന കൊടുവാൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. കണ്ണിൽ കനലുകളുമായി അഞ്ജന അയാളെ നോക്കി നിന്നു. എരിവുള്ള ഒരു വാർത്തയുമായിട്ടാണ് പിറ്റേന്ന് പത്രക്കാരൻ വറീദ് നാടുനായരുടെ കടയിലെത്തിയത്. വന്നപാടെ പത്രം വലിച്ചെറിഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു, കേട്ടില്ലേ, തമ്പി മുതലാളി ശ്രീധരനെ ബംഗ്ലാവിൽ നിന്ന് അടിച്ചിറക്കി. ആ ഊർമിള പെണ്ണിനെ കൊല്ലാൻ പറഞ്ഞിട്ട് കൊല്ലാണ്ടിരുന്നതിനാ. ശ്രീധരൻ അവൾക്ക് മാപ്പ് കൊടുത്തുന്നാ അടിമമുക്കിൽ എല്ലാവരും പറയണത്. അവൻ അഞ്ജനേനെ കാണാനും ചെന്നിരുന്നു അത്രേ. വിശ്വസിക്കാൻ പറ്റണില്ല. അത്ര എളുപ്പം മാറുവോ ആ പിശാചിന്റെ മനസ്സ്? നാടുനായർ പറഞ്ഞു, നീ ഇത്രയ്ക്കും പൊട്ടനായി പോയല്ലോടാ. ഇന്ന് ഇന്നലെ കാണാൻ തുടങ്ങിയതാണോ നമ്മള് തമ്പി മുതലാളിയും ശ്രീധരനെയും? രണ്ട് ശരീരാന്നേ ഉള്ളൂ, ആത്മാവ് ഒന്നാ. മരണം വരെ അവര് പിരിയില്ലടാ. ഒക്കെ നാടകമാ. മീകാരൻ വാസു അത് ശരിവെച്ചു. നീ നോക്കിക്കോ. മനസ്സ് മാറിയെന്ന് പറഞ്ഞ് ശ്രീധരൻ ഊർമിളേനെ വീട്ടിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവിടെ വെച്ച് അവളെ ജീവനോടെ കത്തിക്കും. പിന്നെ വറീദ് ഒന്നും പറഞ്ഞില്ല. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാതെ ഒരാഴ്ച കടന്നുപോയി. ആ ദിവസങ്ങളിൽ ആശുപത്രിയിൽ തന്നെയായിരുന്നു ശ്രീധരൻ. ഊർമിളയെ കൂടെ പിറന്ന സഹോദരിയായി അയാളുടെ മനസ്സ് സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. അത് അവൾ പോലും അറിഞ്ഞില്ല. ഒരു ദിവസം ഡോക്ടർ ബാബു ചെറിയാൻ ശ്രീധരനെ കൺസൾട്ടിംഗ് റൂമിലേക്ക് വിളിപ്പിച്ചു. മുഖവരി ഒന്നും കൂടാതെ ചെറിയാൻ പറഞ്ഞു, ഞാൻ മാധവൻ തമ്പിയെ വിളിച്ചിരുന്നു. ബില്ലടയ്ക്കുന്ന കാര്യം പറയാൻ. ഒരു പൈസ പോലും തരില്ലെന്ന വാശിയില അയാള്.
നീ വഴക്കിട്ട് പോകുന്നതിലുള്ള അരിശ അയാൾക്ക്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ബില്ല് മുഴുവൻ അടയ്ക്കാണ്ട് ഊർമിളയെ ഡിസ്ചാർജ് ചെയ്യാൻ മാനേജ്മെന്റ് സമ്മതിക്കില്ല. ഒരു നിമിഷം പോലും വൈകാതെ ശ്രീധരൻ പോക്കറ്റിൽ നിന്ന് ഒരു കവർ എടുത്ത് ചെറിയാന്റെ മേശപ്പുറത്ത് വെച്ചു. ജയിലിൽ നിന്ന് തന്ന രൂപയാ, പണിക്കൂലിയായിട്ട്. കുറെ ചെലവായി പോയി. ബാക്കിയുള്ളത് കുറേശ്ശെയായി ഞാൻ എത്തിച്ചു തരാം, ചെറിയാൻ പറഞ്ഞു. ബില്ല് മുഴുവൻ അടയ്ക്കാണ്ട് പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല ശ്രീധര. ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ലേ. 1.5 ലക്ഷം രൂപയോളം അടയ്ക്കാനുണ്ട്. ശ്രീധരൻ അസ്വസ്ഥനായി. അത്രയും വലിയ തുക ഞാൻ എവിടുന്ന് ഉണ്ടാക്കും സർ? എന്നെ പോലുള്ള ഒരാൾക്ക് കടമായിട്ട് പോലും ഒരു പൈസ കിട്ടില്ല. ഇനി മുതലാളിയോട് ചോദിച്ചിട്ടും കാര്യമില്ലല്ലോ. ചെറിയാൻ നിശബ്ദനായി. എങ്ങനെയാണ് ഊർമിളയെ സഹായിക്കാൻ കഴിയുക എന്നാലോചിക്കുകയായിരുന്നു അയാൾ. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ശ്രീധരൻ ചോദിച്ചു, എന്റെ ഒരു കിഡ്നി വിറ്റ അത്രയും പണം കിട്ടുമോ ഡോക്ടർ? ഡോക്ടർ ചെറിയാൻ വിസ്മയത്തോടെയാണ് ശ്രീധരനെ നോക്കിയത്. ഇത്രയും നാൾ കൊന്നും കൊലവിളിച്ച് നടന്നിരുന്ന ഭീകരനായ ഒരു ക്രിമിനലാണ് അങ്ങനെ ചോദിച്ചതെന്ന് അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആരോരുമല്ലാത്ത ഒരു പെണ്ണിന് വേണ്ടിയാണ് ഇവൻ ത്യാഗം ചെയ്യാൻ ഒരുങ്ങുന്നത്. ഈ മനസ്സ് കാണാതിരുന്നാൽ കർത്താവ് തന്നെ ശിക്ഷിക്കും. ശ്രീധരൻ പറഞ്ഞു. ഇത്രയും നാൾ നല്ല ഒരു കാര്യവും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക്. ഇപ്പോ അതിനൊരു അവസരം കിട്ടി. ഊർമിളയോട് ചെയ്ത തെറ്റുകൾക്ക് ചെറിയൊരു പ്രായശ്ചിത്തവുമാവും. ആ നിമിഷം തന്നെ ഡോക്ടർ ചെറിയാൻ ഉറച്ചൊരു തീരുമാനമെടുത്തു. ബില്ല് ഞാൻ അടച്ചോളാം ശ്രീധര. നാളെ തന്നെ നീ ഊർമിളയെ കൂട്ടിക്കൊണ്ടു പോയിക്കോളൂ. പിറ്റേന്ന് രാവിലെ ബാബു ചെറിയാൻ ഊർമിളയെ ഡിസ്ചാർജ് ചെയ്തു. ഒരു ടൂറിസ്റ്റ് കാറിലാണ് ശ്രീധരൻ അവളെയും കൂട്ടി ഉളിയന്നൂരിലേക്ക് പോയത്. കാറിൽ വെച്ചും ഊർമിള ഒരക്ഷരം പോലും മിണ്ടിയില്ല. മനസ്സിൽ ശ്രീധരൻ പ്രാർത്ഥിച്ചു, ഇവൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ. കാർ വീടിനോടടുക്കുകയായിരുന്നു. തിരകൾ തല്ലി തകർത്ത കര പോലെയായിരുന്നു അപ്പോൾ ഊർമിളയുടെ മനസ്സ്. അവിടെ അമ്മയുടെ തേങ്ങൽ, അച്ഛന്റെ ഹൃദയത്തിന്റെ വിങ്ങൽ, പിന്നെ നെഞ്ചുരുകിയുള്ള തന്റെ നിലവിളി. ഒരു നീർത്തുള്ളി കവിള് നനച്ച് താഴോട്ടൊഴുകി. ഊർമിള കരയുന്നത് ശ്രീധരൻ കണ്ടു. എന്തു പറഞ്ഞാണ് അവളെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് അയാൾക്കറിയില്ലായിരുന്നു. ടൂറിസ്റ്റുകാർ അറക്കൽ തറവാടിന്റെ മുന്നിലെത്തി നിന്നു. ഡോർ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ നടുക്കത്തോടെ ശ്രീധരൻ കണ്ടു. തെല്ലു ദൂരെയായി വാഗണർ. സ്തബ്ധനായി നിന്നിരുന്ന ശ്രീധരന്റെ അടുത്തേക്ക് കള്ളച്ചിരിയോടെയാണ് റൂറൽ SP അർജുൻ ചെന്നത്. അയാൾ പറഞ്ഞു, യു ആർ അണ്ടർ അറസ്റ്റ്. ശ്രീധരൻ അനങ്ങിയില്ല. അയാളുടെ മുഖത്തു നിന്ന് കണ്ണുകൾ എടുക്കാതെ അർജുൻ തുടർന്നു, നിന്നെ മരണം വരെ ജയിലിനുള്ളിൽ തളച്ചിടണമെന്ന് അഞ്ജന പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നോട്. തമ്പി എന്ന കൂറ്റൻ വളവൃക്ഷം നിഴൽ തരാൻ ഒപ്പമുള്ളത് കൊണ്ട് അത് അത്ര എളുപ്പമല്ലെന്ന് എനിക്കറിയാം ശ്രീധര. എന്നാലും തുടരെ തുടരെ അയാൾക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കണം. അതിനാ ഇപ്പോഴത്തെ ഈ അറസ്റ്റ്. അപ്പോഴും ശ്രീധരൻ മിണ്ടിയില്ല. അർജുൻ പിന്നെയും പറഞ്ഞു, ദാമുവാശന്റെയും ഭാര്യ സുലോചനയുടെയും മരണത്തിന് ഉത്തരവാദി നീയാണെന്ന് ഊർമിള മൊഴി തന്നിട്ടുണ്ട്. ഒരു ദിവസം കൂടി നിന്നെ ലോക്കപ്പ് കാണിക്കാൻ ആ മൊഴി മാത്രം മതി എനിക്ക്. ശ്രീധരൻ മെല്ലെ തിരിഞ്ഞ് ഊർമിളയെ നോക്കി. അപ്പോഴും അവളുടെ കവിളിൽ കണ്ണീർപ്പാടുണ്ടായിരുന്നു. അർജുൻ പറഞ്ഞു, ഊർമിളയെ കുറിച്ച് ഓർത്ത് ഇനി നീ വേവലാതിപ്പെടണ്ട. ഞാൻ അവളെ പുളിഞ്ചോട്ടിലുള്ള ആതുരാലയം വർക്കിംഗ് വിമൻസ് ഹോസ്പിറ്റലാക്കും. പിന്നെ ഒരു കാര്യം, ജാമ്യം കിട്ടിയാൽ അതിന്റെ 4 അയലത്ത് പോലും വരരുത്. വന്നാ പിന്നെയും കിട്ടും നിന്നെ എനിക്ക് ലോക്കപ്പിൽ, മറക്കണ്ട. ശ്രീധരൻ എതിർക്കാൻ ശ്രമിച്ചില്ല. തലകുനിച്ച അയാൾ വാഗണറിന് നേരെ നടന്നു. അപ്പോൾ പിന്നിൽ നിന്നും മൃദുവായി ഊർമിളയുടെ ശബ്ദം കേട്ടു, അയാളെ കൊണ്ടുപോകരുത്. വിസ്മയത്തോടെയാണ് അർജുൻ തിരിഞ്ഞത്. മുഖമുയർത്താതെ ഊർമിള പറഞ്ഞു, അന്ന് ഞാൻ പറഞ്ഞതൊക്കെ പൂർണ്ണമായ ബോധത്തോടെ ആയിരുന്നില്ല സർ. അച്ഛന്റെയും അമ്മയുടെയും മരണത്തിന് ഇയാൾ ഉത്തരവാദിയല്ല. അർജുൻ അമ്പരന്ന് പോയി. താക്കീത് നൽകുന്നത് പോലെ അയാൾ പറഞ്ഞു, ഭ്രാന്ത് പറയല്ലേ ഊർമിളെ. നിന്നെ ഇവനിങ്ങോട്ട് കൊണ്ടുവന്നത് രക്ഷിക്കാനല്ല, കൊല്ലാനാണ്. ആരെയും നോക്കാതെ ഊർമിള പറഞ്ഞു, ക്ഷമിക്കണം സർ. ഇപ്പോ ശ്രീധരൻ പഴയ കൊലയാളിയല്ല. ആശുപത്രിയിൽ വെച്ച് ആ മനസ്സ് ഞാൻ കണ്ടു. ഒരു ഏട്ടനെ പോലെയാണ് ഇപ്പോൾ ഈ മനുഷ്യനെ ഞാൻ സ്നേഹിക്കണത്. ഇനി ഈ കൈകൾ തട്ടിമാറ്റി മരണം പോലും എന്നെ കൊണ്ടുപോകാൻ വരില്ല. ഏഴഴകുള്ള ഒരു സ്വപ്നം കാണുന്നത് പോലെയാണ് ശ്രീധരൻ ഊർമിളയെ നോക്കിയത്. വൈകി കിട്ടിയ സാന്ത്വനം അമൂല്യമായ നിധി പോലെ അയാളുടെ മനസ്സ് ഏറ്റുവാങ്ങി. ഊർമിളയുടെ വാക്കുകൾ ഒരു കുളിർക്കാറ്റായി വന്ന് അയാളെ തലോടി. ഈ ലോകത്ത് ഇനി ശ്രീധരൻ തനിച്ചല്ല, ഒപ്പം തന്റെ പൊന്നനീതി കൂടിയുണ്ട്. ഒരു മനുഷ്യനാണ് താനെന്ന് ഊർമിള തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആരോടാണ് നന്ദി പറയേണ്ടത്?
ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് അർജുൻ ഊർമിളയുടെ അടുത്തേക്ക് വന്നു. അയാൾ പറഞ്ഞു, ഇപ്പോഴും ചോരയ്ക്ക് കൊതിച്ചു നടക്കണ ഒരു ബോൺ ക്രിമിനലിനെയാണ് നീ ഏട്ടനെന്ന് വിളിച്ചത്. ഇവന്റെ മനസ്സിൽ നല്ലതൊന്നുമില്ല. ഈ വീട്ടിൽ നിന്ന് ഇനി ഒരു ശവം കൂടി മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാൻ പോലീസിന് അവസരം ഉണ്ടാക്കരുത്. ശ്രീധരനെ വിട്ടു തന്നേക്ക്. ഊർമിള പറഞ്ഞു, സർ വെറുതെ തെറ്റിദ്ധരിക്കുന്നതാണ്. ഏട്ടൻ ഇനി ആരെയും ദ്രോഹിക്കില്ല. ഊർമിളെ നീ... ശ്രീധരൻ ഇടയ്ക്ക് കയറി. പരാതിയൊന്നുമില്ലെന്ന് ഇവൾ പറഞ്ഞല്ലോ സർ, പിന്നെ എന്തിനാ നിർബന്ധിക്കുന്നത്? ഒരപേക്ഷയുണ്ട്. ഇനിയെങ്കിലും മനുഷ്യനായിട്ട് ജീവിക്കാൻ എന്നെ അനുവദിക്കണം. അർജുൻ പരിഹാസത്തോടെ ചിരിച്ചു. മനുഷ്യൻ, ആ വാക്കുച്ചരിക്കാൻ നിനക്ക് അവകാശമില്ല ശ്രീധര. മൃഗമെന്ന് വിളിച്ചാൽ പോലും അത് ആ ജീവികളെ അപമാനിക്കുന്നതിന് തുല്യമാവും. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മിടുക്കനാ നീ. പക്ഷേ ഓർത്തോ, ഈ പെണ്ണിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇനി തൂക്കുമരത്തിന്റെ ചോട്ടിന്ന് നീ രക്ഷപ്പെട്ടു എന്ന് വരില്ല. വാഗണർ കൊടുങ്കാറ്റുപോലെ ചീറിപ്പാഞ്ഞു. ഊർമിള മുഖമുയർത്തി. വീടിന്റെ തെക്ക് വശത്ത് അടുത്തടുത്തായി 2 ചിത. അജ്ഞാതമായ ഏതോ ലോകത്തിരുന്ന് അച്ഛൻ പറയുന്നു. അച്ഛനെ മാത്രമല്ല ശിക്ഷിച്ചത്, എന്റെ പൊന്നുമോളെയും ശിക്ഷിച്ചു. സുമംഗലിയാവേണ്ടിയിരുന്ന നിന്നെ അമംഗലിയാക്കി. എല്ലാ തെറ്റും തിരുത്തണം ഈ അച്ഛന്. എന്റെ മോള് ഒപ്പമുണ്ടാവില്ലേ? നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടയ്ക്കാൻ ശ്രമിക്കാതെയാണ് ഊർമിള വീടിന്റെ തെക്ക് വശത്തേക്ക് നടന്നത്. അച്ഛനെയും അമ്മയെയും ദഹിപ്പിച്ച സ്ഥലത്തേക്കാണ് അവൾ പോകുന്നതെന്ന് ശ്രീധരന് മനസ്സിലായി. അയാൾ പിന്തുടർന്നു. ഓർമ്മകൾ വേട്ടയാടുന്ന മനസ്സുമായി കത്തി അമർന്ന ചിതകൾക്കരികെ അവൾ നിന്നു. ഒപ്പമെത്തി ശ്രീധരൻ പറഞ്ഞു, ഒരു മകന്റെ സ്ഥാനത്ത് നിന്നോണ്ടാ ഞാൻ ഇവിടെ തീ കൊളുത്തിയത്. ഊർമിളയുടെ മനസ്സിൽ അപ്പോൾ മറ്റൊരു ചിത എരിഞ്ഞു തുടങ്ങിയിരുന്നു. ആ ചൂടിൽ അവൾ ആകെ ഉരുകി. തീ പിടിച്ച മനസ്സ് മന്ത്രിച്ചു. കണ്ടില്ലേ, നിങ്ങളെ ഈ നിലയിലാക്കിയവൻ ഇപ്പോൾ എന്റെ തൊട്ടടുത്തുണ്ട്. ഇവന്റെ അനിയത്തിയായി അഭിനയിക്കുകയാണ് ഞാനിപ്പോ. എന്തിനാന്നറിയില്ലേ? ഈ കുടുംബം തകർത്തതിന്. ഇവൻ സ്വപ്നത്തിൽ പോലും കരുതാത്ത ഒരു ശിക്ഷ കൊടുക്കാൻ. ഉറങ്ങുമ്പോ കറിക്കത്തി നെഞ്ചിൽ അമർത്തി ഒന്ന് താഴ്ത്തിയാ മതി, അപ്പൊ തീരും ഈ ദുഷ്ടന്റെ നെഞ്ചിന്റെ പിടപ്പ്. ആ ശിക്ഷ മതിയാവില്ലച്ചാ. ഒരു നിമിഷം കൊണ്ട് എല്ലാം തീർന്നു പോകും. ക്രൂരനായ ഈ കൊലയാളിക്ക് എന്റെ മനസ്സ് വിധിക്കുന്നത് ദാരുണമായൊരു അന്ത്യമാണ്. അമർത്തി തുടച്ച് ഊർമിള ശ്രീധരനെ നോക്കി. ദാനമായി കിട്ടിയ സ്വപ്ന ലോകത്തായിരുന്നു അയാളെപ്പോഴും. ഊർമിള അയാളുടെ കയ്യിൽ കൈ ചേർത്തുകൊണ്ട് പറഞ്ഞു, വരൂ ഏട്ടാ. പകലൊടുങ്ങി, രാത്രി വന്നു. അരണ്ട നിലവെളിച്ചത്തിൽ പുൽത്തകിടിയിലെ ഊഞ്ഞാലിലിരുന്ന് മെല്ലെ ആടിക്കൊണ്ട് മാധവൻ തമ്പി പറഞ്ഞു, ശ്രീധരന് തിരിച്ചു വരാനുള്ള വഴിയിലെ ഒരു കൂർത്ത മുള്ളാണ് ഇപ്പോൾ ഊർമിള. ബന്ധങ്ങൾ ബന്ധനമാവുന്നത് വരെ വളരാൻ വിടരുത്. കടക്കിൽ തന്നെ കത്തിവെക്കണം. സക്കറിയെയും യൂസഫിലെയും മാറി മാറി നോക്കിക്കൊണ്ട് തമ്പി കൂട്ടിച്ചേർത്തു. ഈ രാത്രി ഊർമിള ചത്തുപോയാൽ കൊന്നതാരാണെന്ന് പോലീസ് ചോദിക്കില്ല. ഈ നാട്ടുകാരും മറ്റൊരു പേര് പറയില്ല. അത് മാധവൻ തമ്പി ശ്രീധരന് കൊടുക്കുന്ന ചൂടുള്ള ഒരു സമ്മാനം. പക്ഷേ സൂക്ഷിക്കണം. ഇരുട്ടിൽ ഒരു കരിയില ഇളകിയാൽ പോലും അതറിയും അവൻ. ജാഗ്രത. യൂസഫ് അലിയും സക്കറിയും ഒരുപോലെ മൂളി. ടൗണിൽ നിന്നും ശ്രീധരൻ ഒരു പാഴ്സൽ കൊണ്ടുവന്നിരുന്നു. ചോറും കറികളുമായിരുന്നു അതിൽ. വറുത്ത മീനും ഓംലെറ്റും വേറെ. പ്ലാസ്റ്റിക് കവറിൽ കട്ട തൈര്. ഊർമിള പറഞ്ഞു, ഏട്ടനിരുന്നോളൂ, ഞാൻ വിളമ്പിത്തരാം. വീണ്ടും ആ വിളി, ഏട്ടൻ. സന്തോഷം കൊണ്ട് അയാളുടെ കണ്ണു നിറഞ്ഞു. ഊർമിള അത് കണ്ടു. അയ്യേ, ഏട്ടൻ കരയാണോ? ഇത്രയും കാലം ആളുകളെയൊക്കെ പേടിപ്പിച്ചിരുന്ന ആളാണിതെന്ന് വിശ്വസിക്കാനേ പറ്റണില്ല. വേണ്ടട്ടോ. ശ്രീധരൻ ലുങ്കിയുടെ കോന്തല കൊണ്ട് മുഖം തുടച്ചു. എന്റെ ജീവിതത്തില് ആദ്യമായിട്ട് അങ്ങനെയൊക്കെ. ജനിച്ച അന്നു മുതൽ കിട്ടാണ്ടിരുന്ന മുഴുവൻ സ്നേഹവും ഒന്നിച്ചു തരികയാണ് നീ. ഇപ്പോഴും ഒരു സ്വപ്നം കാണുന്ന തോന്നല എനിക്ക്. ഊർമിള ചിരിച്ചു. ശ്രീധരൻ നിലത്ത് ചമ്രം പടിഞ്ഞിരുന്നു. പാത്രം എടുത്ത് കഴുകി ഊർമിള അയാളുടെ മുന്നിൽ വെച്ചു. ചോറ് വിളമ്പി. അതിൽ കറികൾ ഒഴിച്ചു. ജീവിതത്തിന്റെ മധുരം തനിക്ക് നിഷേധിച്ച മാധവൻ തമ്പിയെ കുറിച്ചാണ് അപ്പോൾ ശ്രീധരൻ ഓർമ്മിച്ചത്. അയാൾ തനിക്ക് തന്നിരുന്നത് കൊലച്ചോറാണ്. ഒരു ഗുണ്ടയെ വാർത്തെടുക്കാനുള്ള ഫാക്ടറി മാത്രമായിരുന്നു ആ ബംഗ്ലാവ്. അവിടെ വിലക്കപ്പെട്ട കനിയായിരുന്നു സ്നേഹം. ഊണ് കഴിച്ചെന്നു എന്ന് വരുത്തി ശ്രീധരൻ എഴുന്നേറ്റു. അയാൾ കൈ കഴുകി വരാന്തിലേക്ക് പോയപ്പോൾ പാഴ്സലിൽ ബാക്കിയുണ്ടായിരുന്ന ചോറും കറികളും എടുത്ത് ഊർമിള ചവറ്റുകുട്ടയിലേക്ക് ഇട്ടു. അടുക്കളയിലെ പണികളെല്ലാം കഴിഞ്ഞ് അവൾ വരാന്തയിലെത്തിയപ്പോൾ ശ്രീധരൻ പറഞ്ഞു, എനിക്കൊരു പായ തന്നാ മതി, ഞാൻ ഇവിടെ കിടന്നോളാം.
ശാസിക്കുന്നത് പോലെയാണ് ഊർമിള പറഞ്ഞത്. ശ്രീധരന്റെ മനസ്സ് മാറിയെന്നും പറഞ്ഞ് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്താലും ഒരു പൂച്ചക്കുഞ്ഞു പോലും വിശ്വസിക്കില്ല. ഏട്ടൻ പാതി ജീവനാക്കി വിട്ട ഒരുപാട് പേര് പകയോടെ കാത്തിരിക്കുന്നുണ്ട്. വെറുതെ എന്തിനാ ഒരു പരീക്ഷണം? അകത്ത് കിടന്നാ മതി. മറുത്തൊരക്ഷരം പറയാതെ ശ്രീധരൻ ഊർമിളയെ പിന്തുടർന്നു. അവൾ കിടക്ക കുടഞ്ഞു വിരിച്ചു. പിന്നെ അയയിൽ നിന്ന് ഒരു പുതപ്പെടുത്ത് തലയണയിൽ വച്ചു. കട്ടിലേക്ക് ചാഞ്ഞപ്പോഴും കണ്ണുകൾ അടയ്ക്കാൻ പേടിയായിരുന്നു ശ്രീധരന്. ഉറങ്ങിയപ്പോൾ കൺമുന്നിലെ ജീവനുള്ള സ്വപ്നം മാഞ്ഞുപോയാലോ? പുറത്തു കിടന്ന് ഊർമിള വാതിൽ ചാരി. അവൾ മെല്ലെ മുറ്റത്തേക്ക് ഇറങ്ങി. അവിടെ കുറെ കഴുക്കോലുകൾ, നടക്കാതെ പോയ കല്യാണത്തിന്റെ ബാക്കി പത്രം പോലെ. ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ മനോഹരമായ ഒരു പന്തലുണ്ടായിരുന്നു. ഈ ഊർമിള സ്വപ്നങ്ങളിൽ ചാലിച്ചൊതുക്കിയ പൂപ്പന്തൽ. അവിടെ നെയ്വിളക്ക് പോലെ തെളിഞ്ഞു കത്തുന്ന ഒരു മുഖം, ചന്ദ്രചൂടൻ. പെണ്ണുകാണലിന്റെ അന്ന് വാതിലിന് പിന്നിൽ നാണത്തോടെ മുഖം കുനിച്ചു നിൽക്കുമ്പോൾ കള്ളച്ചിരിയോടെ അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ തന്നെ കൂടെ കൊണ്ടുപോയിക്കോട്ടെ ഞാൻ. കല്യാണം വരെ കാത്തിരിക്കാൻ ക്ഷമയില്ലാഞ്ഞിട്ടാ. ആരും സമ്മതിച്ചില്ലെങ്കിൽ ചിലപ്പോ കട്ടുകൊണ്ടു പോയിന്ന് വരും ഞാൻ. ചിരി അടക്കാൻ പാടുപെട്ട് അടുക്കളയിലേക്ക് ഓടുമ്പോൾ അവിടെ അമ്മ, കട്ടോണ്ടൊന്നും പോണ്ട, വേഗം കെട്ടിച്ചു തന്നേക്കാന്ന് ചന്ദ്രനോട് പറഞ്ഞേക്ക്. ആ തമാശ വരാന്തയിലും എത്തിയിരിക്കണം. പിന്നെ ചിരിയുടെ അലകളായിരുന്നു എങ്ങും. ഓർക്കാപ്പുറത്തൊരു കാൽപെരുമാറ്റം കേട്ടപ്പോൾ ഊർമിളയുടെ ചിന്തകൾ മുറിഞ്ഞു. തിരിഞ്ഞു നോക്കാനായില്ല. അതിനു മുമ്പേ ബലിഷ്ഠമായ ഒരു കൈ അവളുടെ വായു പൊത്തി. മറ്റൊരാൾ നെഞ്ചിനു നേരെ തിളയ്ക്കുന്ന ഒരു കത്തി ഓങ്ങി. കുതറിപ്പിടഞ്ഞെങ്കിലും നിലവിളിക്കാനായില്ല. പിന്നെ നടന്നതെല്ലാം പെട്ടെന്നായിരുന്നു. ആരോ പിന്നിൽ നിന്നും കത്തി പിടിച്ചു വാങ്ങി. എല്ലൊടിക്കുന്ന വിധത്തിൽ ഒരു ഇടിയുടെ ശബ്ദം കേട്ടു. പിന്നെ ഉറക്കെയുള്ള ഒരു നിലവിളി. രക്ഷിക്കാൻ വന്നത് ശ്രീധരനാണെന്ന് ഊർമിളയ്ക്ക് മനസ്സിലായി. അക്രമികളെ അയാൾ അടിച്ചു നിലത്തിട്ടു. അത് സക്രയും യൂസഫലിയുമാണെന്ന് ആ ഇരുട്ടിലും ശ്രീധരൻ തിരിച്ചറിഞ്ഞിരുന്നു. നിലത്ത് നിന്ന് യൂസഫലിയെ പൊക്കിയെടുത്ത് ചുവരോട് ചേർത്ത് വെച്ച് ശ്രീധരൻ ചോദിച്ചു, ആര് പറഞ്ഞിട്ടാ നിങ്ങൾ ഇവിടെ കൊല്ലാൻ വന്നത്? സത്യം പറഞ്ഞില്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുമെന്ന് യൂസഫലിക്ക് മനസ്സിലായി. പതിഞ്ഞ സ്വരത്തിൽ അയാൾ പറഞ്ഞു, തമ്പി മുതലാളി. ശ്രീധരൻ കൈ ചുരുട്ടി അയാളുടെ മുഖത്ത് ഒരിടി കൊടുത്തു. വേദനയോടെ യൂസഫ് അലി ഞരങ്ങി. ശ്രീധരൻ ഗർജിച്ചു, മറക്കാതെ പറയണം തമ്പി മുതലാളിയോട്, ഇവളെ തേടി ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ ഞാൻ അങ്ങോട്ട് വരുമെന്ന്. പിന്നെ അവിടെ ഇട്ട് തന്നെ ഞാൻ അയാളെ ജീവനോടെ പൊരിക്കൂന്ന്. യൂസഫ് അലിയും സക്രയും പോയി കഴിഞ്ഞപ്പോൾ ശ്രീധരൻ പറഞ്ഞു, പോയി കിടന്നോളൂ. ഇനി നിന്റെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് വാരിയിടാൻ പോലും ആരും ഇങ്ങോട്ട് വരില്ല. നടന്നതെല്ലാം അറിഞ്ഞപ്പോൾ മാധവൻ തമ്പി തീക്കൊണ്ട പോലെ ആളി. യൂസഫ് അലിയെയും സക്രിയെയും മാറി മാറി നോക്കി അയാൾ പറഞ്ഞു, നിങ്ങളെ പോലെയുള്ള 10 പേർക്ക് പകരം അവൻ ഒറ്റൊരുത്തം മതിയായിരുന്നു എനിക്ക്. ഇപ്പോഴും കണ്ടില്ലേ ആ കാടൻ കരുത്ത്? വിടില്ല ഞാൻ അവനെ. പിറ്റേന്ന് ബംഗ്ലാവിലേക്ക് വന്ന ഡിവൈഎസ്പി ഹരിപ്രസാദിനോട് മാധവൻ തമ്പി പറഞ്ഞു, ശ്രീധരനെ കുറുക്കാൻ എനിക്കൊരു വല നെയ്തു തരണം താൻ. ഹരിപ്രസാദ് ചിരിച്ചു. അവനെ ജാമ്യത്തിലെടുത്തത് മുതലാളിയല്ലേ? ഇനിയും വേണോ ശ്രീധരൻ അങ്ങനെ ഒരു ഔദാര്യം? വലയല്ല, സ്രാവിനെ പിടിക്കാനുള്ള ചൂണ്ട തന്നെയാ അത്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അറക്കൽ തറവാടിന് മുന്നിൽ ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും സബ് ഇൻസ്പെക്ടർ ജോയി ഇറങ്ങി. പിന്നാലെ 4-5 പോലീസുകാരും. വരാന്തയിലുണ്ടായിരുന്ന ശ്രീധരൻ അമ്പരപ്പോടെ ചോദിച്ചു, എന്താ സർ? ജോയി പറഞ്ഞു, വാ പോകാം. എങ്ങോട്ട്? അടിക്കാനായി കൈയോങ്ങിക്കൊണ്ട് ജോയി പറഞ്ഞു, നിന്റെ സംബന്ധ വീട്ടിലേക്ക്. കവിളിലെത്തുന്നതിനു മുമ്പ് ജോയിയുടെ കൈ ശ്രീധരൻ തടഞ്ഞു. കയ്യാങ്കളി വേണ്ട സാറേ, മര്യാദയ്ക്ക് പറഞ്ഞ എങ്ങോട്ട് വേണമെങ്കിലും വരാൻ ഞാൻ. പക്ഷെ വാറണ്ട് എന്നൊരു സാധനം ഉണ്ടാവണം സാറിന്റെ കയ്യില്. കൊള്ളാവുന്ന ഒരാളെ സാക്ഷിയായി അറസ്റ്റും ബോധ്യപ്പെടുത്തണം. എന്താ കാര്യന്ന് എനിക്കും പറഞ്ഞു തരണം. അതാ അതിന്റെ രീതി. പുറത്തെ ബഹളം കേട്ട് ഊർമിള ഓടി വന്നു. ജോയി പോക്കറ്റിൽ നിന്ന് ഒരു കവർ എടുത്ത് ശ്രീധരന്റെ നേരെ നീട്ടി. ഇതാ നീ പറഞ്ഞ സാധനം, വാറണ്ട്, പിന്നെ ജാമ്യം റദ്ദു ചെയ്തുകൊണ്ടുള്ള കോർട്ട് ഓർഡർ. ഇനി വേണ്ടത് സാക്ഷിയല്ലേ? അതിനി പെണ്ണു മതി. ശ്രീധരന് മനസ്സിലായി. പകപോക്കിയാണ് മാധവൻ തമ്പി. പിന്നെ ഒരക്ഷരം പോലും ശബ്ദിക്കാതെ ശ്രീധരൻ ജോയിയുടെ നേരെ കൈകൾ നീട്ടി. ജോയി ആ കൈകളിൽ വിലങ്ങിട്ടു. സ്റ്റേഷനിൽ റൂറൽ SP അർജുൻ ശ്രീധരനെ കാത്തിരിപ്പുണ്ടായിരുന്നു. നേർത്ത ചിരിയോടെ അയാൾ ചോദിച്ചു, എന്താ ശ്രീധര, ജയിലിലെ ജീവിതം അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയോ നിനക്ക്? എങ്ങനെ ഇഷ്ടപ്പെടാണ്ടിരിക്കും? പരമസുഖമല്ലേ ഇപ്പോഴവിടെ. ഇനി ഉണ്ട തീറ്റിക്കുമെന്ന പേടി വേണ്ട. ഒരു AC യുടെ കുറവ് മാത്രമേ ഉള്ളൂ അവിടെ.
വൈകാതെ അതും തരപ്പെടുത്തി തരും ഈ നാട്ടിലെ മന്ത്രിപുങ്കവന്മാര്. ശ്രീധരൻ മിണ്ടിയില്ല. അർജുൻ എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് ചെന്നു. ആദ്യം നിന്നെ ഞാനൊന്ന് തൊട്ടപ്പോ എന്തൊക്കെ പുകിലായിരുന്നു ഇവിടെ. നിർത്താതെയുള്ള ഫോൺ വിളി, കാക്കിക്കുള്ളിലിട്ട് എന്നെ കത്തിക്കുമെന്ന ഭീഷണി, നിന്നെ ജാമ്യത്തിലൊടുക്കാൻ പരസ്പരം മത്സരിക്കുകയായിരുന്നു VIP മുഴുവനും. സത്യം പറയാലോ ശ്രീധര, ഇവിടുത്തെ മന്ത്രിസഭ പോലും മറിഞ്ഞു വീഴുമെന്ന് പേടിച്ചതാ ഞാൻ. ഇപ്പോഴെന്താ ഇങ്ങനെ? നിന്നെ ഒറ്റിത്തരാൻ പാകത്തിൽ എന്ത് സംഭവിച്ചു തമ്പിയുടെ മനസ്സില്? അപ്പോഴും ശ്രീധരൻ മിണ്ടിയില്ല. അയാളെ ഉറ്റുനോക്കിക്കൊണ്ട് അർജുൻ തുടർന്നു. അന്ന് എന്റെ കയ്യിൽ കിട്ടിയപ്പോ തമ്പിയുടെ വളർത്തുനായായിരുന്നു നീ. അതുകൊണ്ടാ കൂടുതലൊന്നും ഞാൻ ചോദിക്കാതിരുന്നത്. ഇപ്പോഴാ കടപ്പാടില്ലല്ലോ. ഇനിയും അയാൾക്ക് ദൈവത്തിന്റെ സ്ഥാനം കൊടുക്കണോ? അറിയാവുന്നതൊക്കെ എനിക്ക് പറഞ്ഞതാ. ഇരുമ്പഴി എണ്ണിക്കാം ഞാൻ അയാളെ. അളന്നു മുറിച്ചതുപോലെയായിരുന്നു ശ്രീധരന്റെ വാക്കുകൾ. ജന്മം നൽകിയില്ലെന്നേ ഉള്ളൂ, ജീവൻ തന്നത് അയാളാ. അയാള് തന്ന ചോറുണ്ടിട്ടാ ഈ തണ്ടും തടിയും ഉണ്ടായത്. ക്ഷമിക്കണം സർ. പിരിഞ്ഞു പോന്നപ്പോ ഞാൻ അയാൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ആർക്കും കാട്ടിക്കൊടുക്കില്ലെന്ന്. എന്റെ നെഞ്ചിൻ കൂട് പിളർന്നു നോക്കിയാലും സാറിന് വേണ്ടതൊന്നും കിട്ടില്ല. അപ്പോൾ അറക്കൽ തറവാടിന് മുന്നിൽ സുസുക്കി സ്വിഫ്റ്റ് കാർ വന്നു നിന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും യൂസഫ് അലി ഇറങ്ങി. അയാളുടെ പിന്നിലെ ഡോർ തുറന്നു. കാറിൽ നിന്നും മാധവൻ തമ്പി ഇറങ്ങി വരാന്തയിലേക്ക് നടന്നു. ഉമ്മറത്തേക്ക് കയറി മൃദുവായ ശബ്ദത്തിൽ അയാൾ വിളിച്ചു, ഊർമിളേ. അടച്ചിരുന്ന വാതിൽ തുറന്ന് ഊർമിള പുറത്തു വന്നു. തൊട്ടു മുന്നിൽ മാധവൻ തമ്പിയെ കണ്ടപ്പോൾ അവളൊന്ന് പതറി. തമ്പി മെല്ലെ ചിരിച്ചു. പേടിക്കണ്ട, കൊല്ലാനൊന്നും വന്നതല്ല ഞാൻ. ഒരിക്കൽ തിരിച്ചു തന്നതല്ലേ ഞാൻ ഈ വിലപ്പെട്ട ജീവൻ. അതുകൊണ്ടല്ലേ ശ്രീധരന് സ്നേഹിക്കാൻ ഒരു അനിയത്തിയെ കിട്ടിയത്. തമ്പി എന്താണ് പറയാനൊരുങ്ങുന്നതെന്ന് അപ്പോഴും ഊർമിളയ്ക്ക് മനസ്സിലായില്ല. പേടി മറച്ചുവെച്ച് അവൾ അനങ്ങാതെ നിന്നു. പിന്നെയും തമ്പി പറഞ്ഞു, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോവുക ഞാൻ. ശ്രദ്ധിച്ചു കേൾക്കണം. നിനക്കറിയാമല്ലോ ഊർമിളെ, ശ്രീധരൻ എന്റെ ആരായിരുന്നുവെന്ന്. പക്ഷേ ഇപ്പോഴവൻ എന്റെ ആരുമല്ലാതായിപ്പോയി. കണക്ക് കൂട്ടിയപ്പോ തെറ്റുപറ്റിയതാ. ഒരു പെണ്ണ് ഇടയ്ക്ക് വന്ന് ചാടി. ഊർമിളയുടെ മുഖത്ത് കണ്ണുകളൂന്നി അയാൾ കൂട്ടിച്ചേർത്തു. ആ പെണ്ണ് മറ്റാരുമല്ല, നീ തന്നെയാ. നീ കാരണമാ ഇപ്പോഴവൻ മനുഷ്യനായി എന്നും പറഞ്ഞ് നടക്കണത്. ഊർമിളയുടെ പ്രതികരണത്തിന് കാത്തു നിൽക്കാതെ അയാൾ തുടർന്നു. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഏട്ടനും പെങ്ങളും കളിക്കാതെ എനിക്ക് അവനെ ഇങ്ങ് തിരിച്ചു തന്നേക്ക്. വെറുപ്പാണെന്നും ഇനി ഈ വീട്ടിൽ കാലുകുത്തരുതെന്നും പല്ലു ഞെരിച്ചോണ്ട് ഒരു വട്ടം പറഞ്ഞാ മതി. അതോടെ നിന്റെ ജോലി തീരും. പറയണം മോളെ, പറഞ്ഞേ പറ്റൂ. തമ്പി അലസമായി പോക്കറ്റിൽ നിന്നൊരു പിസ്റ്റൾ എടുത്ത് ഊർമിളയുടെ നേരെ നീട്ടി. പേടിയോടെ അവൾ പിന്നോട്ട് മാറി. തമ്പി പുഞ്ചിരിച്ചു. ലോഡ് ചെയ്തതാ, ഇതും കൊണ്ട് വീണ്ടും വരും ഞാൻ. അപ്പോഴും എന്റെ ശ്രീധരൻ നിന്റെ ഏട്ടനാണെന്ന് പറഞ്ഞാൽ രക്ഷിച്ച ഈ കൈകൊണ്ട് തന്നെ നിന്നെ ശിക്ഷിക്കും ഞാൻ. പിന്നെ സബ് ജയിലിലേക്കാണ് മാധവൻ തമ്പി പോയത്. കത്തുന്ന ഒരു നോട്ടം കൊണ്ടാണ് ശ്രീധരൻ അയാളെ സ്വീകരിച്ചത്. മുഖവരയില്ലാതെ തമ്പി പറഞ്ഞു, നിനക്ക് വേണ്ടത് ആ പീറപ്പെണ്ണിന്റെ ജീവനല്ലേ? തരാം ശ്രീധര. നിനക്ക് വേണ്ടപ്പെട്ട ഒരാളെ പോലും നുള്ളി നോവിക്കില്ലാന്ന് വാക്കും തരാം. അതിനു പകരം നിന്നെ വേണം എനിക്ക്. വെറുതെ ഒന്ന് മൂളിയാ മതി, അപ്പ തുറക്കും ഇവിടുത്തെ ഇരുമ്പുവാതിൽ. ഈ കേസ് പോലും റെക്കോർഡുകളിൽ നിന്ന് മാച്ചു കളയും ഞാൻ. ശ്രീധരൻ മുരണ്ടു. ഇനി നിങ്ങൾക്കെന്നെ നിരപരാധികളുടെ ചോരയിൽ മുക്കിക്കൊല്ലാൻ പറ്റില്ല. ലക്ഷങ്ങൾ മുന്നിട്ടിട്ട് തന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. തമ്പിയുടെ മുഖമിരുണ്ടു. ശിക്ഷ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അറക്കൽ തറവാട്ടിൽ നീ കാണുന്നത് ഊർമിളയുടെ ശവക്കൂനയാണെങ്കിലോ? ശ്രീധരന്റെ കണ്ണിൽ നിന്നും പൊള്ളിക്കുന്ന ഒരു നോട്ടം പറന്നു വന്നു. എങ്കിൽ ഞാൻ എന്റെ നാവിന്റെ കെട്ടഴിക്കും. മറയൂരിലെ ചന്ദനക്കാട്ടിൽ വെച്ച് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഭാസ്കര മേനോനെ ആരാ കൊന്നതെന്ന് ഞാൻ അർജുൻ സാറിനോട് പറയും. ഓർക്കപ്പുറത്ത് ഒരു വെള്ളിടി വെട്ടിയതുപോലെ മാധവൻ തമ്പി നടുങ്ങി. വരാന്തയിലിരുന്ന് ബ്ലൗസ് തയ്ക്കാനുള്ള തുണി മുറിക്കുമ്പോഴാണ് അഞ്ജന പടി കടന്നു വരുന്ന ഊർമിളയെ കണ്ടത്. അവളുടെ മുഖമിരുണ്ടു. അടുത്തിരുന്ന് ബീഡി തെറുത്തുകൊണ്ടിരുന്ന സത്യനോട് അഞ്ജന പറഞ്ഞു, വരണുണ്ട് ആ തലതെറിച്ചവള്, കണ്ടാൽ അപ്പ കുളിക്കണം. ഊർമിള അഞ്ജനയുടെ അടുത്തെത്തി. അഞ്ജന അവളെ കണ്ടതായി ഭാവിച്ചില്ല. ഊർമിള പറഞ്ഞു, ഒരു സഹായം തേടി വന്നതാ ഞാൻ, പറ്റില്ലാന്ന് പറയരുത്. തുണി മുറിച്ചുകൊണ്ട് അഞ്ജന പറഞ്ഞു, തറവാട്ടില് വേണ്ടപ്പെട്ട ഒരാളുണ്ടല്ലോ, കൂടെ കിടന്നു തന്ന് അവൻ നിന്നെ സഹായിക്കണതല്ലേ? ഓ, ഇപ്പോഴവിടെ ഇല്ലല്ലോ അല്ലേ? ഊർമിളയുടെ മുഖം വിവണ്ണമായി. വേണ്ടാതീനം പറയരുത്.
നിനക്കത് ചെയ്യാം, ഞാൻ പറയണതാ കുറ്റം. ദേ പെണ്ണെ, ഞാൻ ചൂലെടുത്ത് അടിച്ചിറക്കണതിന് മുമ്പ് കടന്നു പൊയ്ക്കോ വേഗം. കരയാതിരിക്കാൻ പണിപ്പെട്ടുകൊണ്ട് ഊർമിള പറഞ്ഞു. ശ്രീധരൻ എന്നെ കൊല്ലാണ്ടിരുന്നത് ഞാൻ പറഞ്ഞിട്ടല്ല ചേച്ചി. അയാളുടെ മനസ്സ് മാറിയിട്ടാ. ഒരേ ഒരു രാത്രിയെ ഞങ്ങൾ അവിടെ തനിച്ച് കഴിഞ്ഞിട്ടുള്ളൂ. ഒരേട്ടന്റെ സ്നേഹം തന്ന് ഇന്നലെ രാത്രി മുഴുവൻ എന്റെ മാനത്തിനും വിശുദ്ധിക്കും കാവലിരിക്കുകയായിരുന്നു അയാൾ. കാർക്കശ്യത്തോടെ അഞ്ജന പറഞ്ഞു. ശ്രീധരൻ ഒപ്പിട്ട് തന്ന പാതിവൃത്യ സർട്ടിഫിക്കറ്റ് നാട് നീളെ പ്രദർശിപ്പിക്കാൻ ഇറങ്ങിയതാണല്ലേ? നന്നായി. പക്ഷേ അവൻ ആരാണെന്ന് അറിയാൻ എനിക്കൊരു കൊടിച്ചുപട്ടിയുടെ സഹായം വേണ്ടടി. ഇനി അവന്റെ പേരുച്ചരിച്ച കാരണം പുകയ്ക്ക് ഞാൻ. ഒരു നിമിഷം ഊർമിള എന്തോ ചിന്തിച്ചു നിന്നു. പിന്നെ മെല്ലെ തിരിഞ്ഞു. ഒടുവിൽ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. കോടതിയില് ഏട്ടനെതിരെ മൊഴി പറയരുതെന്ന് പറയാൻ വന്നതാ ഞാൻ. പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായി. എങ്കിൽ നമുക്കിനി കോടതിയിൽ വെച്ച് കാണാം. അഞ്ജന കാർക്കിച്ചു തുപ്പി. ഫൂ, ഒരേട്ടൻ. അന്ന് സന്ധ്യയ്ക്ക് ഊർമിള ദാമുവാശനെയും സുലോചനയും മറവ് ചെയ്ത സ്ഥലത്ത് ഒരു തിരി കൊളുത്തി വെച്ചു. അവരോടായിട്ടെന്ന പോലെ അവൾ പറഞ്ഞു. തിരിച്ചു വരുമെന്ന് ഉറപ്പുള്ള ഒരു കേസിലും ഇനി ശ്രീധരൻ ശിക്ഷിക്കപ്പെട്ടുകൂടാ. അവനു വേണ്ടി ഞാനൊരു കേസുണ്ടാക്കും. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കൊലക്കേസ്. പളുങ്കുപാത്രം പോലെ ചിതറിക്കിടക്കണ ഈ ഓർമ്മിളയുടെ ശവശരീരം ചൂണ്ടിക്കാട്ടി ഒരു നാൾ പോലീസ് പറയും, ശ്രീധരൻ മൃഗീയമായി പീഡിപ്പിച്ചു കൊന്ന ഒരു പാവം പെണ്ണാണതെന്ന്. ആ ദൃശ്യം നേരിൽ കണ്ടതുപോലെ ഊർമിള പുഞ്ചിരിച്ചു. ക്രൂരമായ ഒരു ചിരിയായിരുന്നു അത്. നേരം നന്നേ പുലർന്നപ്പോഴാണ് ഊർമിള ഉണർന്നത്. അഴിഞ്ഞുലഞ്ഞു കിടന്നിരുന്ന മുടി അലസമായി വാരിച്ചുറ്റി എഴുന്നേൽക്കുമ്പോൾ വാതിൽ ആരോ മുട്ടുന്നത് കേട്ടു. പുറത്തു നിന്നിരുന്നത് കുഞ്ചുണ്ണി നായരായിരുന്നു. അയാൾ പറഞ്ഞു. നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാ ഞാൻ വന്നത്. മുറ്റത്ത് നിന്നിരുന്ന അച്യുതൻകുട്ടി ഉമ്മറത്തേക്ക് കയറി. ശ്രീധരനെ പോലീസ് കൊണ്ടുപോയല്ലോ. ഇനി നിനക്കാരെയും പേടിക്കാണ്ട് ജീവിക്കാം. ഒപ്പമുണ്ടായിരുന്ന അരവിന്ദാക്ഷനും പറഞ്ഞു. ഒക്കെ വിധിയാണെന്ന് കരുതി സമാധാനിക്കും മോളെ. ആ ചന്ദ്രചൂടനെ കല്യാണം കഴിച്ച് മനസമാധാനത്തോടെ ജീവിക്കേണ്ട പെണ്ണായിരുന്നില്ലേ നീ? ഒക്കെ തുളച്ചില്ലേ ശ്രീധരൻ ഒറ്റ നിമിഷം കൊണ്ട്. സാരമില്ല, ഞങ്ങളുണ്ടാവും ഇനി നിന്റെ കൂടെ. പതിഞ്ഞ സ്വരത്തിൽ ഊർമിള പറഞ്ഞു. നിങ്ങളീ കാണിക്കുന്ന സ്നേഹം സത്യമാണെന്ന് ഞാനെങ്ങനെ വിശ്വസിക്കാം അരവിന്ദേട്ടാ? ശ്രീധരൻ ജയിലിൽ നിന്ന് തിരിച്ചു വരുമ്പോ കുഞ്ചുണ്ണിയേട്ടന്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറക്കി വിടില്ലേ എന്നെ? അച്യുതൻകുട്ടിക്ക് ദേഷ്യം വന്നു. മരിച്ചുപോയ ആശാനോട് സ്നേഹവും ആദരവും ഒക്കെ ഉള്ളതുകൊണ്ടാ ഞങ്ങൾ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നത്. വരാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, ആർക്കാ ഛേദം? അരവിന്ദാക്ഷൻ പറഞ്ഞു. ഇപ്പൊ കൂടെ വന്നില്ലെങ്കിൽ അതോടെ തീരും എല്ലാ ബന്ധവും. അവൻ നിന്നെ എവിടെ ഇട്ട് കൊന്നാലും ഞങ്ങൾ ആരും തിരിഞ്ഞു പോലും നോക്കില്ല. നിസ്സംഗമായി ഊർമിള പറഞ്ഞു. എന്റെ അച്ഛനും അമ്മയും ഉറങ്ങണ വീടാ അത്. മനസ്സുകൊണ്ടാണെങ്കിലും ഞാൻ എപ്പോഴും കാണുന്നുണ്ട് അവരെ. നിശബ്ദമായി എന്നെ ആശ്വസിപ്പിക്കുന്നത് കേൾക്കണുണ്ട്. അവരെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല കുഞ്ചുണ്ണിയേട്ടാ. അച്യുതൻകുട്ടി കുഞ്ചുണ്ണി നായരെ നോക്കി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവള് പിഴയാന്ന്. അല്ലെങ്കിൽ അഞ്ജനയുടെ വീട്ടിൽ പോയി ഇവള് പറയോ ഇനി കോടതിയിൽ വെച്ച് കാണാന്ന്? അരവിന്ദാക്ഷൻ ഊർമിളയുടെ നേരെ വിരൽ ചൂണ്ടി. ദേ പെണ്ണെ, ശ്രീധരനെ പോലീസ് കൊണ്ടുപോയത് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാ. നീയായിട്ട് ഇനി അവനെ പുറത്തു കൊണ്ടുവരുത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ എല്ലാരും കൂടെ പിച്ചി ചീന്തു നിന്നെ. പറഞ്ഞില്ലാന്ന് വേണ്ട. അയാൾ പിന്തിരിഞ്ഞു നടന്നു. ഒപ്പം അച്യുതൻകുട്ടിയും. കുഞ്ചുണ്ണി നായരെ നോക്കി ഊർമിള പറഞ്ഞു. എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാ ഞാൻ ചെയ്യണത്. ദയവ് ചെയ്ത് അരുതെന്ന് പറയരുത്. ഇനിയും സ്നേഹിച്ച് ശിക്ഷിക്കാനായിട്ട് നിങ്ങൾ ആരും ഇങ്ങോട്ട് വരരുത്. കുഞ്ചുണ്ണി നായരും പടി കടന്നു പോയി. അന്ന് ഊർമിള ആദ്യം പോയത് ഡോക്ടർ ബാബു ചെറിയാന്റെ ഹോസ്പിറ്റലിലേക്കാണ്. ഉണ്ടായതെല്ലാം അവൾ തുറന്നു പറഞ്ഞു. പോലീസ് ശ്രീധരനെ അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ ചെറിയാൻ അസ്വസ്ഥനായി. അയാൾ പറഞ്ഞു. മറ്റാരേക്കാളും കൂടുതലായി എനിക്കറിയാം ശ്രീധരനെ. അന്നേ ഞാൻ കണ്ടതാ അവന്റെ നല്ല മനസ്സ്. പക്ഷേ ഇപ്പോഴവനെ രക്ഷിക്കാൻ മാധവൻ തമ്പിക്ക് കഴിയൂ. ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. അപ്പോ തന്നെ ചെറിയാൻ തമ്പിയെ വിളിച്ചു. വെട്ടൊന്ന് മുറി രണ്ട് എന്ന് പറഞ്ഞതുപോലെയായിരുന്നു തമ്പിയുടെ മറുപടി. ഞാനാടോ അവന്റെ ഗോഡ് ഫാദർ. ശ്രീധരനെ കൊല്ലാനും വളർത്താനുമുള്ള അവകാശം എനിക്കാ. ആരും ഇടയിൽ വരണ്ട. ഇനി ഇക്കാര്യം പറഞ്ഞ് താൻ ഇങ്ങോട്ട് വിളിക്കരുത്. ചെറിയാൻ പിന്നെ ശബ്ദിച്ചില്ല. അപ്പോൾ അഞ്ജനയുടെ വീടിന് മുന്നിൽ ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നു. സബ് ഇൻസ്പെക്ടർ ജോയി ആയിരുന്നു ജീപ്പിൽ. അയാൾ പറഞ്ഞു.
SP ഓഫീസിൽ അർജുൻ സാർ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പോയി സാറിനെ കാണണം. അധികം വൈകാതെ തന്നെ അഞ്ജന അർജുനെ കാണാൻ ചെന്നു. മുഖവരിയില്ലാതെ അർജുൻ പറഞ്ഞു, കേസിന്റെ കാര്യം പറയാനാ എന്നെ വിളിപ്പിച്ചത്. നിന്റെ വാക്കുകളല്ലാതെ മറ്റു തെളിവുകളൊന്നും പോലീസിന്റെ പക്കലില്ല. സംഭവം നടന്നിട്ട് വർഷങ്ങളായി. സാക്ഷികളുമില്ല. നല്ലൊരു അഡ്വക്കേറ്റ് വിചാരിച്ച ശ്രീധരനെ നിഷ്പ്രയാസം സംരക്ഷിക്കാൻ കഴിയും. അന്നേ പരാതിപ്പെടാതിരുന്നത് എന്തുകൊണ്ടതാണെന്ന് തീർച്ചയായും അയാൾ ചോദിക്കും. ശ്രീധരനെ പേടിയായിരുന്നു നിനക്ക് എന്ന ഉത്തരം കോടതി വിശ്വസിക്കില്ല. അപമാനിക്കുന്ന വിധത്തിൽ പല ചോദ്യങ്ങളും വരും. അപ്പോ വെറുതെ നിന്ന് വിങ്ങിപ്പൊട്ടിയിട്ട് കാര്യമില്ല. അഞ്ജന ചോദിച്ചു, ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? ദൃഢമായ ശബ്ദത്തിൽ അർജുൻ പറഞ്ഞു, ഒരുപാട് ചെയ്യാനുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണം. നിന്റെ ദുരന്ത കഥ സെൻസേഷനിലാക്കി മാറ്റാൻ പോവുകയാണ് ഞാൻ. ഇനിയുള്ള ഒരാഴ്ച നമ്മുടെ വീട്ടമ്മമാർ കരയേണ്ടത് പൈങ്കിളി സീരിയലുകൾ കണ്ടിട്ടല്ല, നിന്റെ നെഞ്ചിരുകിയുള്ള തേങ്ങൽ കേട്ടിട്ട്. ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുൻപേ എറിയുകയാണ് നമ്മൾ. തയ്യാറായിക്കോളൂ. ബംഗ്ലാവിലെ സ്വീകരണ മുറിയിൽ മാധവൻ തമ്പി തീ പിടിച്ച മനസ്സുമായി നിന്നു. യൂസഫ് അലിയോടും സക്കറയോടുമായി അയാൾ പറഞ്ഞു, ഇപ്പോഴും ശ്രീധരന്റെ മനസ്സില് ആ നായിന്റെ മോളുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവളുടെ കഥ കഴിക്കാത്തത്. തൽക്കാലം അവൾ ജീവിക്കട്ടെ. എന്റെ ശ്രീധരനെ എനിക്ക് തിരിച്ചു കിട്ടണത് വരെ. അതാവാം ഈശ്വര നിശ്ചയം. അല്ലെങ്കിൽ പിന്നെ എന്തിനാ യൂസഫെ വിഷം കഴിച്ചിട്ടും അവൾ ചാവാണ്ടിരുന്നത്? പെട്ടെന്ന് പോർച്ചിൽ ഒരു ഹൂണ്ടായി കാർ വന്നു നിന്നു. അതിൽ നിന്നും അഡ്വക്കേറ്റ് രാജീവ് നാഥ് ഇറങ്ങി. സ്വീകരണ മുറിയിലേക്ക് ഓടി വന്ന് രാജീവ് നാഥ് പറഞ്ഞു, ആ TV ഒന്ന് ഓണാക്ക് വേഗം. യൂസഫ് അലി TV ഓണാക്കി. രാജീവ് നാഥ് പറഞ്ഞു, ന്യൂസ് ചാനൽ. TV-യിൽ ചാനലുകൾ മാറി മാറി വന്നു. പെട്ടെന്ന് മിനി സ്ക്രീനിൽ തമ്പി പരിചിതമായ ഒരു മുഖം കണ്ടു. അഞ്ജന. തമ്പി ചിരിച്ചുപോയി. ഇവളെന്താടോ മറ്റേ പണിയൊക്കെ നിർത്തിയിട്ട് സീരിയലിനെ അഭിനയിക്കാൻ പോവാണോ? മറുപടി പോലെ അഞ്ജനയുടെ ശബ്ദം കേട്ടു. ഒരു പെണ്ണും ഇന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത പീഡനങ്ങളാണ് അന്ന് ഞാൻ അനുഭവിച്ചത്. എന്റെ നിലവിളി കേൾക്കാൻ വേണ്ടി ശ്രീധരൻ കത്തുന്ന ബീഡി കൊണ്ട് പലവട്ടം പൊള്ളിച്ചു. പിന്നെ അയാൾ ഒരു കാട്ടുമൃഗത്തെ പോലെ ആക്രമിച്ചു. ഒരിക്കലല്ല, മതി വരണത് വരെ. പിന്നെ മാധവൻ തമ്പിയുടെ ഊഴമായിരുന്നു. അയാളും എന്നെ. നിർത്ത്! തമ്പി ഗർജിച്ചു. യൂസഫ് അലി TV ഓഫ് ചെയ്തു. എന്താണിതൊക്കെ? രാജീവ് നാഥ് പറഞ്ഞു, പഴയ ഒരു ഫ്ലാഷ് ബാക്കിന്റെ ലൈവ് ഷോ. ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ SP അർജുൻ. അഞ്ജനയുടെ കേസിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അയാൾ. നാളെ പത്രങ്ങളിൽ വരാനുള്ള ഹോട്ട് ന്യൂസാണിത്. രോഷമടക്കി തമ്പി ചോദിച്ചു, ഒരു പീറ പെണ്ണിന്റെ കഥയില്ലാത്ത ജൽപ്പനങ്ങൾക്ക് ഈ ചാനൽ എന്തിനാടോ ഇത്രയ്ക്ക് പ്രാധാന്യം കൊടുത്തത്? ഓർക്കപ്പുറത്ത് സെൽഫോൺ ശബ്ദിച്ചു. അതിലൂടെ ഗോവിന്ദ പണിക്കരുടെ പേടിച്ചരണ്ട സ്വരം തമ്പി കേട്ടു. മനസ്സാ വാച അറിയാത്ത കാര്യമാ തമ്പി ആ പെണ്ണ് പറയണത്. ഒന്നോ രണ്ടോ വട്ടം കണ്ടിട്ടുണ്ടെന്നല്ലാതെ തൊട്ടിട്ടില്ലടോ ഞാൻ അവളെ. തനിക്കറിയാമല്ലോ സത്യം. ഇനി വൈകല്ലേ തമ്പി. പറ്റുമെങ്കിൽ അവളുടെ നാവരിഞ്ഞു കള. അല്ലെങ്കിൽ അവളെ പഴയ താത്രിക്കുട്ടിയെ പോലെ നമ്മുടെ നാട്ടിലൊരു സ്മാർത്ഥ വിചാരം നടത്തൂ. തമ്പിക്ക് ചൊറിഞ്ഞു വന്നു. അന്നേ പറഞ്ഞതല്ലേ ആ അർജുനെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കണമെന്ന്. എല്ലാത്തിനും പിന്നിൽ അവനാ പണിക്കരെ. അനുഭവിക്ക്. പണിക്കരുടെ ശബ്ദം വിറച്ചു. ഒക്കെ ആ പിഷാരടി ചെയ്തതാടോ. അതിവേഗം ബഹുദൂരം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെയൊക്കെ മുൾമുനയിൽ നിർത്തിയിരിക്കുക ആ കടൽ കിഴവൻ. TV തുറക്കാൻ പേടിയായിട്ടിരിക്കുക തമ്പി. കഴിയുമെങ്കിൽ എന്റെ പേരെങ്കിലും അവളുടെ നാവിൻ തുമ്പിന്ന് മാച്ചു കളയി. മനസ്സിൽ സംഘർഷം കനത്തു നിന്നിട്ടും തമ്പിക്ക് ചിരി വന്നു. നാട് ഭരിക്കുന്ന ഒരു മന്ത്രി പുങ്കവനാണ് ഇപ്പോൾ തന്റെ സെൽഫോണിലൂടെ നിലവിളിക്കുന്നത്. തമ്പി രാജീവ്നാഥിനെ നോക്കി. ഇത്രയും കാലം വട്ടത്തിലുള്ളവരെ മാധവൻ തമ്പി എന്നുള്ള പേര് കേട്ടിരുന്നുള്ളൂ. ഇപ്പൊ കഥ മാറി. നാളെ നേരം പുലരുമ്പോ പത്രങ്ങളിലൊക്കെ എന്റെ പടം വരും. കോടികൾ മുടക്കിയാലും കിട്ടാത്ത പബ്ലിസിറ്റി. കൂടെ ആ പണിക്കരുള്ളത് കൊണ്ടാ അത്രയ്ക്കും പോപ്പുലാരിറ്റി. രാജീവ്നാഥിന് ദേഷ്യം വന്നു. തമാശ പറഞ്ഞു ചിരിക്കാനുള്ള സമയമല്ലിത്. ആ പെണ്ണിന് കനത്ത സെക്യൂരിറ്റി ഉണ്ട് ഇപ്പോ. അവക്ക് എന്ത് സംഭവിച്ചാലും ആ അർജുൻ ആദ്യം ഇങ്ങോട്ടേ വരൂ. പിന്നെ ഈ ചാനൽ, അവരെയും തൊടാൻ പറ്റില്ല. അറിയാമല്ലോ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ച പണിക്കരുടെ കഥ. പത്രക്കാർ അയാളെ നിർത്തിപ്പൊരിച്ചില്ലേ? അപ്പോഴും തമ്പി ചിരിച്ചു. അവളെ നമുക്ക് വേണ്ടടൂ. പക്ഷേ മറ്റൊരാളില്ലേ ആ വീട്ടില്, സത്യൻ. ആൾട്ടോക്കാർ അഞ്ജനയുടെ വീട്ടിലേക്ക് പറന്നു ചെന്നു. കാറിൽ നിന്നും യൂസഫ് അലിയും സക്കറയും ഇറങ്ങി. അഞ്ജന അവിടെ ഉണ്ടായിരുന്നില്ല. തിണ്ണയിലിരുന്ന് ബീഡിയില മുറിച്ചുകൊണ്ടിരുന്ന സത്യനെ യൂസഫ് അലി പൊക്കിയെടുത്തു. സക്കറിയ ക്രച്ചസ് എടുത്ത് വലിച്ചെറിഞ്ഞു.
സത്യൻ ഉറക്കെ നിലവിളിച്ചു. അത് ശ്രദ്ധിക്കാതെ യൂസഫ് അലി അയാളെ ചുരുട്ടിക്കൂട്ടി കാറിന്റെ പിൻസീറ്റിലേക്ക് ഇട്ടു. അപ്പോൾ മുഖ്യമന്ത്രി രാഘവ പിഷാരടിയുടെ മുന്നിൽ നിന്ന് ഒമിത്തി പോലെ ഉരുകയായിരുന്നു ഗോവിന്ദ പണിക്കർ. പിഷാരടി ആക്രോശിച്ചു. നാറിയവനെ ചുമന്നവനും നാറുമെന്ന് അറിയാഞ്ഞിട്ടല്ല ഇത്രയും കാലം ഞാൻ തന്നെ സഹിച്ചത്. തന്റെ ഈർക്കിലി പാർട്ടി ഉള്ളത് കൊണ്ടാണല്ലോ ഐക്യമില്ലാത്ത ഒരു ഐക്യമുന്നണി ഉണ്ടാക്കാൻ പറ്റിയത്. അതുകൊണ്ടാ ആദ്യത്തെ പെണ്ണുകേസിന്ന് തന്നെ രക്ഷിക്കേണ്ട ഗതികേടുണ്ടായത്. കീറിയ ഗദറുമിട്ട് വാലിന് തീപിടിച്ച പോലെ ഓടി നടന്ന് ഞാൻ ജനസമ്പർക്കം ഉണ്ടാക്കുമ്പോ രാസലീല നടത്തി കത്തണ പോരേന്ന് കഴുക്കോലും കൂടി ഊരിയെടുക്കുക താൻ. വല്ലാണ്ട് നാണം കിട്ടു. ഇനി തന്നെ സഹിക്കാൻ പറ്റില്ല പണിക്കരെ. കൂളായിട്ട് രാജിവെച്ച് ഇറങ്ങിപ്പോവാൻ പോവാ ഞാൻ. താനായി തന്റെ പാടായി. പണിക്കർ പതർച്ചയോടെ പറഞ്ഞു. സത്യമായിട്ടും ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ആ പെണ്ണ് പറയണതൊക്കെ നുണയാണ് സർ. എന്റെ വളർച്ച കണ്ടിട്ട് അസൂയുള്ള ആരോ പിന്നിലുണ്ട്. ഞാൻ അവളെ നേരെ ചൊവ്വെ കണ്ടിട്ട് പോലുമില്ല. പിഷാരടി ഗോവിന്ദ പണിക്കരെ തറച്ചു നോക്കി. എന്നിട്ട് പരിഹസിച്ചുള്ള ഒരു ചിരിയോടെ പറഞ്ഞു. ഒടിയന്റെ അടുത്ത് മായം തിരിയേണ്ട പണിക്കരെ. ഈ മന്ത്രിസഭയില് 19 മന്ത്രിമാരുണ്ട്. ആ പെണ്ണ് അവരുടെ ആരുടെയും പേര് പറയണില്ലല്ലോ. തന്നോട് എന്താടോ ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്കൊക്കെ ഇത്രയും ദേഷ്യം? കയ്യിലിരിപ്പ് കൊണ്ട് അല്ലാണ്ട് എന്താ പറയ? ഗോവിന്ദ പണിക്കർ എന്തോ പറയാനൊരുങ്ങി. അയാളെ തടഞ്ഞുകൊണ്ട് പിഷാരടി പറഞ്ഞു. ഒരണസമരം നടത്തി രാഷ്ട്രീയത്തിൽ വന്നയാളാ ഞാൻ. ഇന്നോളം ഒരു പേരുദോഷം കേൾപ്പിച്ചിട്ടില്ല. താനായിട്ട് എന്റെ മേല് ചെളി തെറിപ്പിക്കരുത്. ഒന്നുകിൽ രാജി വരച്ച് ഇറങ്ങിപ്പോണം താൻ, അല്ലെങ്കിൽ ആ പെണ്ണ് പറയുന്നതൊക്കെ നുണയാണെന്ന് തെളിയിക്കണം. രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ഞാൻ തന്നെ ഉചിതമായൊരു തീരുമാനമെടുക്കും. എന്നിട്ട് പിലോത്തോസിനെ പോലെ കയ്യും കഴുകും. അറിയാലോ, രാജ്യമന്ത്രി എന്നാ എന്റെ വിളിപ്പേര്. പിഷാരടി ചവിട്ടിക്കുലുക്കി അകത്തേക്ക് പോയി. വാതിലടഞ്ഞു. മുഖമടച്ച അടികൊണ്ടതുപോലെ പണിക്കർ തളർന്നു നിന്നു. സന്ധ്യയാവാറായപ്പോഴാണ് അഞ്ജന വീട്ടിലെത്തിയത്. കൂടെ വനിതാ പോലീസിന്റെ ഒരു സംഘവും ഉണ്ടായിരുന്നു. തൊട്ടുപുറകെ ഒരു ജീപ്പിൽ സബ് ഇൻസ്പെക്ടർ ജോയി. പതിവ് പോലെ ഉമ്മർത്ത് സത്യനെ കണ്ടില്ല. ആശങ്കയോടെയാണ് അവൾ അകത്തേക്ക് കയറിയത്. അവിടെ തല്ലി ഒടിച്ചിട്ട നിലയിൽ ഒരു ക്രച്ചസ് കിടന്നിരുന്നു. അതിനിടയിൽ നാലാക്കി മടക്കിയ ഒരു തുണ്ട് കടലാസ് അവൾ കണ്ടു. പേടിയോടെയാണ് അവൾ ആ കടലാസ് എടുത്തത്. അതിലെഴുതിയിരുന്നു. നീ തേടുന്നത് നിന്റെ ഏട്ടനെയല്ലേ? തരാലോ മോളെ, ജീവനോടെ തന്നെ തരാം. പക്ഷേ എനിക്ക് കാണണം നിന്നെ എത്രയും പെട്ടെന്ന്. അറിയാലോ ഞാൻ ആരാന്ന്? ആരോടും ഒന്നും പറയരുത് പെണ്ണെ. പറഞ്ഞാൽ ഈ വലിയ ലോകത്തിൽ നീ ഒറ്റയ്ക്കാവും. നിലവിളിക്കാൻ പോലും അപ്പോൾ അഞ്ജന മറന്നു. കത്ത് എഴുതിയത് മാധവൻ തമ്പിയാണെന്ന് അവൾക്ക് മനസ്സിലായി. കടയിൽ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞാണ് അഞ്ജന കാവൽ നിന്നിരുന്ന പോലീസുകാരുടെ കണ്ണു വെട്ടിച്ചത്. പടി കടന്നപ്പോൾ അവളുടെ നടത്തത്തിന് വേഗത കൂടി. ആരും പിന്തുടരുന്നില്ലെന്ന് ഉറപ്പായപ്പോൾ അവൾ ഓടാൻ തുടങ്ങി. മാധവൻ തമ്പിയുടെ ബംഗ്ലാവിൽ എത്തി ഗേറ്റ് തള്ളി തുറക്കുമ്പോൾ സിറ്റൗട്ടിൽ നിന്നും നേർത്ത ചിരിയിൽ കുതിർന്ന ഒരു ശബ്ദം കേട്ടു. സീരിയലിന്റെ ഷൂട്ട് കഴിഞ്ഞോ മോളെ? അവൾ കണ്ടു. യമദൂതന്റെ അവതാരം പോലെ തമ്പി. അയാളുടെ മുന്നിലേക്ക് ചെന്ന് പതറിയ സ്വരത്തിൽ അഞ്ജന ചോദിച്ചു, എന്റെ ഏട്ടൻ എവിടെ? അപ്പോഴും തമ്പി ചിരിച്ചു. പേടിക്കണ്ട, ഇപ്പോഴുണ്ട് ജീവനോടെ തന്നെ. ഉപദ്രവിക്കാൻ പറ്റുമോ? പോലീസിന്റെ കണ്ണിലുണ്ണികളല്ലേ ഇപ്പൊ നീയും അവനും. എന്നാലും ഒരു കുഴപ്പമുണ്ട്. അഞ്ജന പേടിയോടെ തമ്പിയെ നോക്കി. അവനെ ഞാൻ എന്തെങ്കിലും ചെയ്താലേ അതൊരു വാർത്തയാവൂ. ഒരു പാണ്ടിലോറിക്കടിയിൽപ്പെട്ട് ചതഞ്ഞ് ചമ്മന്തിയായാലോ? വാർത്തയ്ക്കൊരു മയം വരില്ലേ? കൊന്നൂന്നല്ല, ചത്തൂന്നാ പത്രക്കാരെഴുതുക. ബീഡിയില വാങ്ങാൻ പോയതാ. ലോറി വന്നപ്പോ ഓടാൻ പറ്റിയില്ല. എങ്ങനെ ഓടും? വികലാംഗനല്ലേ പാവം ചെക്കൻ. അഞ്ജന ഇടർച്ചയോടെ പറഞ്ഞു. ഈശ്വരനെ ഓർത്ത് എന്റെ ഏട്ടനൊന്നും ചെയ്യരുത്. തമ്പിയുടെ ചുണ്ടിലെ ചിരി മാഞ്ഞു. മുഖത്ത് വേട്ടപ്പട്ടിയുടെ ക്രൗര്യം നിറഞ്ഞു. ഞാൻ ഓർക്കാറുള്ളത് ഈശ്വരനെയല്ല, എന്നെ തന്നെയാ. ഈ ജീവിതത്തിൽ ഒരാളെ മാത്രമേ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ളൂ, അതും എന്നെ തന്നെയാ. അപ്പോ എനിക്ക് എന്തെങ്കിലും പറ്റിയ ആരോടാ ഞാൻ സഹായം ചോദിക്കുക? എന്നോടല്ലാണ്ട്. തമ്പിയുടെ ശബ്ദം കനത്തു. ഉപ്പും പുളിയും തിന്നണ നാക്ക, തപ്പും പിഴയും പറ്റും. 32 പല്ലിന്റെ ഇടയില് അതൊന്നല്ലേ ഉള്ളൂ. അപ്പോഴും പറ്റും തെറ്റുകുറ്റങ്ങള്. ചെയ്തു കൂട്ടിയതിനൊക്കെ മാപ്പും തരാം. പക്ഷേ എന്തിനാ അഞ്ജനെ ഈ വയസ്സാം കാലത്ത് ടിവിയിലെ എന്റെയും പണിക്കരുടെയും ഫോട്ടോ? അതങ്ങ് മായ്ച്ചു കളഞ്ഞേക്ക്. അശോകപുരത്തുള്ള വാടക വീട്ടിലിരുന്ന് രാത്രി 9 മണിക്കുള്ള നൈറ്റ് ന്യൂസ് കാണുകയായിരുന്നു അർജുൻ.
പ്രതീക്ഷിച്ചതുപോലെ അഞ്ജനയുടെ വാക്കുകൾ തന്നെയായിരുന്നു അന്നത്തെ തലവാചകം. അത് രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വാതോരാതെ വിവരിക്കുകയായിരുന്നു ന്യൂസ് റീഡർ. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇടവേള വന്നു. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ന്യൂസ് റീഡറുടെ മുഖം തെളിഞ്ഞു. അയാൾ പറഞ്ഞു, അഞ്ജന വീണ്ടും വാർത്തയാവുകയാണ്. ഏറ്റുപറഞ്ഞതെല്ലാം നിഷേധിച്ചുകൊണ്ട്. ഈ മനംമാറ്റത്തിന് പിന്നിൽ അരുതാത്തതെന്തെങ്കിലും ഉണ്ടോ എന്ന് വ്യക്തമായിട്ടില്ല. ഇനി വിവാദങ്ങളൊക്കെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ കെട്ടടങ്ങുമെന്ന് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ആരെയും രക്ഷിക്കാനോ ശിക്ഷിക്കാനോ ഞങ്ങൾക്ക് ബാധ്യതയില്ലാത്തത് കൊണ്ട് അഞ്ജന പറഞ്ഞതെല്ലാം അതേപടി കൊടുക്കുന്നു. അർജുന്റെ ഹൃദയമിടിപ്പിന് വേഗത കൂടി. മനസ്സ് അസ്വസ്ഥമായി. കണ്ണുകളിൽ ഇരുട്ട് പടർന്നു. അപ്പോഴും അയാൾ മിനി സ്ക്രീനിൽ അവ്യക്തമായി അഞ്ജനയുടെ മുഖം കണ്ടു. അവൾ പറയുന്നു, ആരും എന്നെ നശിപ്പിച്ചിട്ടില്ല. കേസിന് ബലം കിട്ടാൻ മാന്യന്മാരുടെ പേരും പറയണമെന്ന് പോലീസ് നിർബന്ധിച്ചു. അതുകൊണ്ടാ ഞാൻ വനം വകുപ്പ് മന്ത്രി ഗോവിന്ദ പണിക്കരുടെയും മാധവൻ തമ്പിയുടെയും പേര് പറഞ്ഞത്. അവര് നിരപരാധികളാ. തെറ്റ് ചെയ്തത്. അർജുൻ TV ഓഫ് ചെയ്തു. അയാൾക്കുറപ്പായി പിന്നിൽ കളിച്ചത് മറ്റാരുമല്ല, മാധവൻ തമ്പി തന്നെ. അയാൾ തോൽപ്പിച്ചത് തന്നെ മാത്രമല്ല, ഡിപ്പാർട്ട്മെന്റിനെ ആകെ. ഇനി സെൽഫോൺ തുടരെ ശബ്ദിക്കും. കടിച്ചു കീറാൻ ഒരുപാട് രാഷ്ട്രീയ നപുംസകങ്ങൾ കാത്തിരിക്കുന്നു. പെട്ടെന്ന് കോളിംഗ് ബെൽ ശബ്ദിച്ചു. തികഞ്ഞ നിസ്സംഗതയോടെയാണ് അർജുൻ വാതിൽ തുറന്നത്. പുറത്തുണ്ടായിരുന്നത് തീരെ പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു, മാധവൻ തമ്പി. മനസ്സരുതെന്ന് വിലക്കിയിട്ടും അറിയാതെ അർജുന്റെ ഇടനെഞ്ചു പിടച്ചു. ചുണ്ടിലൂറിയ കള്ളച്ചിരിയോടെ തമ്പി പറഞ്ഞു, അതിര് കടന്ന് ആരെയും വിശ്വസിക്കരുത് അർജുൻ. പ്രത്യേകിച്ച് ഈ പെണ്ണെന്ന വർഗത്തെ. ഒരേ അച്ചിൽ വാർത്തെടുത്തവരാ എല്ലാ അവളുമാരും. സാരി മാറണ ലാഘവത്തോടെയാ വാക്ക് മാറുന്നത്. അഞ്ജനയുടെ കാര്യം തന്നെ എടുക്കാം. ഈറ്റപ്പുലിയുടെ ശൗര്യമായിരുന്നില്ലേ അവൾക്ക്? ഇപ്പോഴോ വെറുതെ വേണ്ടാത്തതൊക്കെ വിളിച്ചു പറഞ്ഞ് പോലീസിനെ ആകെ നാറ്റിച്ചു. ഇനി ചന്ദന തൈലം പുരട്ടി കുളിച്ചാലും ആ നാറ്റം പോവോ? അർജുൻ മിണ്ടിയില്ല. ഞാൻ ഒരു വ്യക്തിയല്ല, പ്രസ്ഥാനമാണ് അർജുൻ. എന്നെ തൊട്ടാൽ ഒരുപാട് പേർക്ക് വേദനിക്കും. ഇത്രയും നാൾ തമ്പി കളിച്ചതൊക്കെ വെറും കാഴ്ചക്കളി. യൂസഫ് അലിയും സക്രയും ഒക്കെ കളിക്കാരല്ല, കാഴ്ചക്കാരാ. ഞാനെന്ന് വിരൽ ഞൊടിച്ചാൽ കാണാമറയത്ത് നിന്ന് യഥാർത്ഥ കളിക്കാരൻ വരും. അവനെ നേരിടാൻ നിന്റെ പക്കലുള്ള ഒരായുധവും മതിയാവില്ല. കളി നിർത്തി തിരിച്ചു പോയിക്കോ, അല്ലെങ്കിൽ നിന്റെ ഇറച്ചിയില് മണ്ണു പുരളും. ഒട്ടും പ്രകോപിതനാവാതെ തികഞ്ഞ ശാന്തതയോടെ അർജുൻ ചോദിച്ചു, കാണാമറയത്തുള്ള കളിക്കാരൻ കാട്ടുകൊള്ളൻ ഭൈരവനല്ലേ? അവൻ പോലീസിന്റെ വെടിയേറ്റ് മരിച്ചുവെന്ന് പറഞ്ഞു പരത്തിയത് നിങ്ങളും പണിക്കരും അടങ്ങുന്ന ചന്ദന മാഫിയയല്ലേ? അവനല്ലേ മറയൂരിലെ ചന്ദനക്കാട്ടിൽ വെച്ച് എന്റെ അച്ഛനെ വെടിവെച്ചു കൊന്നത്, കുടുംബത്തെ തീയിലിട്ട് ചുട്ടത്? നനഞ്ഞുപോയ തീജ്വാല പോലെയാണ് മാധവൻ തമ്പി അർജുന്റെ വീട്ടിൽ നിന്നും പുറത്തു വന്നത്. ഇടിമുഴങ്ങിയതുപോലെ പിന്നിൽ വാതിലടഞ്ഞു. യാത്രക്കിടയിൽ തമ്പി ഒരു വേട്ടനായയുടെ മുഖം കണ്ടു. മരണം വരെ യൂണിഫോമിനോട് നീതി കാട്ടിയ കരുത്തനായ ഒരു ധിക്കാരിയുടെ മുഖം. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഭാസ്കര മേനോൻ. ഭൈരവൻ പറയാറുള്ളത് തമ്പി ഓർത്തു. ഞാൻ സമാധാനത്തോടെ ഒന്ന് കണ്ണടച്ചിട്ട് ദിവസങ്ങളായി. അറിയാതെ ഒന്ന് മയങ്ങിപ്പോയ അപ്പു കേക്കും മരണമാറണ്ട് പോലെ മേനോന്റെ കാലച്ച. പിന്നെ പണിക്കരുടെ പേടിച്ചരണ്ട ശബ്ദം. മണ്ണാർക്കാട്ടും പാലക്കാട്ടും ഒക്കെ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുക ആ നായിന്റെ മോൻ. വൈകാതെ തന്റെ ചന്ദന ഫാക്ടറിയിലും അവൻ വരുമടോ. പിന്നീടുള്ള ദിവസങ്ങളിൽ ബംഗ്ലാവിലെ ഫോൺ ശബ്ദിച്ചത് ഭാസ്കര മേനോൻ മറയൂരിന്റെ മുഖഛായ മാറ്റിയ കഥ പറയാനാണ്. ഭൈരവന്റെ റൈഫിളിനോ കുഴിബോംബുകൾക്കോ മേനോനെ കടിഞ്ഞാനിടാനായില്ല. വാളയാറിലെ ചെക്ക് പോസ്റ്റിൽ വെച്ച് അയാൾ കോടികൾ വിലമതിക്കുന്ന ആനക്കൊമ്പുകൾ പിടിച്ചെടുത്തു. ഭൈരവന് ഭ്രാന്ത് പിടിച്ച നാളുകൾ. മേനോനെ ജീവനോടെ കുഴിച്ചു മൂടാൻ കാട്ടിൽ കെണിയൊരുക്കി അവൻ കാത്തിരുന്നു. ഒരു ദിവസം ബംഗ്ലാവിലേക്ക് അവന്റെ വലം കൈയായ ശെൽവരാജിന്റെ ഫോൺ വന്നതും തമ്പി ഓർത്തു. എത്രയും പെട്ടെന്ന് പണിക്കരെയും കൂട്ടി മറയൂരിലെത്തണം. പ്രധാനപ്പെട്ട ചിലത് പറയാനുണ്ട്. ചന്ദനത്തിന്റെയും ആനക്കൊമ്പുകളുടെയും വിഹിതം വാങ്ങാൻ പലവട്ടം പോയിട്ടുള്ളതാണ്. ആദ്യമൊന്നും മടിച്ചെങ്കിലും പിന്നീട് പണിക്കരും കൂടെ വരാൻ തയ്യാറായി. റേഞ്ച് ഓഫീസിൽ ഭൈരവനോട് കൂറുള്ള ഒട്ടേറെ ഗാർഡുമാരുണ്ടായിരുന്നു. അയാളുടെ താവളത്തിലേക്ക് ഒരു ഗാർഡ് കൂടെ വന്നു. പരിചിതമായ കാട്ടുപാതയിലൂടെ നടക്കുമ്പോൾ ഒട്ടും പേടി തോന്നിയില്ല. ഗാർഡിന്റെ കയ്യിൽ ഒരു ടോർച്ച് ഉണ്ടായിരുന്നു. മുന്നിൽ നടന്നിരുന്നത് പണിക്കരാണ്. മധ്യത്തിലായിരുന്നു ഗാർഡ്. താവളത്തിനടുത്തെത്താറായപ്പോൾ ഓർക്കാപ്പുറത്ത് ഒരു വെടിശബ്ദം കേട്ടു. ഗാർഡ് നിലവിളിയോടെ പിടഞ്ഞു വീണു.
പെട്ടെന്ന് ഒരു എമർജൻസി ലൈറ്റ് കത്തി. അതിന് പിന്നിൽ നിന്ന് ഭൈരവന്റെ ശബ്ദം കേട്ടു. എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? നടുങ്ങിപ്പോയി. കാണണമെന്ന മെസ്സേജ് തന്നത് അപ്പോൾ സെൽവരാജ് അല്ലേ? നടന്നത് ഭൈരവനോട് പറഞ്ഞു. അപ്പോഴാണ് അതൊരു ചതിയായിരുന്നു എന്നറിഞ്ഞത്. പേടിയോടെ പണിക്കർ പറഞ്ഞു. വെള്ളം. കാട്ടുപൊന്തക്കിടയിൽ നിന്നും റമ്മിന്റെ ഒരു ഫുൾ ബോട്ടിലെടുത്ത് ഭൈരവൻ പണിക്കർക്ക് നീട്ടി. അത് വാങ്ങി പണിക്കർ അടപ്പ് തുറന്ന് അങ്ങനെ തന്നെ വായിലേക്ക് കമഴ്ത്തി. ഭൈരവൻ പറഞ്ഞു, എന്റെ താവളമറിയാൻ ആ മേനോൻ കളിച്ച കളിയാണിത്. വേഗം തിരിച്ചു വയ്ക്കോ, അല്ലെങ്കിൽ. കാടിന് കണ്ണുകൾ മുളച്ചതുപോലെ പെട്ടെന്ന് സെർച്ച് ലൈറ്റുകൾ തെളിഞ്ഞു. വളഞ്ഞു നിന്നിരുന്ന ഗാർഡുകൾക്കിടയിൽ നിന്ന് റിവോൾവർ ചൂണ്ടിക്കൊണ്ട് ഭാസ്കര മേനോൻ മുന്നോട്ട് വന്നു. അയാളുടെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. ഫ്ലാഷുകൾ തുടരെ മിന്നി. നിറഞ്ഞ ചിരിയോടെ അയാൾ പറഞ്ഞു, നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയത് സെൽവരാജല്ല, ഞാനാണ്. ത്രിമൂർത്തികളുടെ ഈ സംഗമം നാടിനെ അറിയിക്കാൻ. കെണിയൊരുക്കി ഇരയെ പിടിച്ച സംതൃപ്തി ഉണ്ടായിരുന്നു അയാളുടെ മുഖത്ത്. കാടും നാടും ഒരുപോലെ വിറപ്പിച്ചിരുന്ന ഭൈരവൻ ആ നിമിഷം മരണത്തെ മുഖാമുഖം കണ്ടു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നാളെ കാണാം. നന്ദി.